Namaste. I would like to welcome all of you. Unnikrishnan, I am Unnikrishnan. BPAS 184 ലോജിസ്റ്റിക് മാനേജ്മെന്റിലെ 11ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. 11 യൂണിറ്റ് 11 ചാപ്റ്റർ അല്ല, യൂണിറ്റ് 11 ഗ്രീൻ ലോജിസ്റ്റിക്സ്, അതിനെ പറ്റിയിട്ടാണ് എടുക്കുന്നത്. അതിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് ഗ്രീൻ ലോജിസ്റ്റിക്, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കൺസെപ്റ്റ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ലോജിസ്റ്റിക്, protocol for green logistics, towards green logistics, challenges. അതായത് ഈ ലോജിസ്റ്റിക് പറഞ്ഞാൽ അറിയാലോ, സേവനങ്ങളും ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുക. അവ ഈ ക്ലൈമറ്റിക് കണ്ടീഷനും നമ്മുടെ ഓരോരോ കാര്യങ്ങളാണ് അതിന്റെ നമ്മൾ ഇതിൽ വിവരിച്ചിരണം ഈ ബുക്കിൽ, മനസ്സിലായില്ലേ. ഇന്ന് വന്ന ഒരു ചെറിയൊരു ആർട്ടിക്കിള് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ ഇതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇന്ന് വന്ന ഒരു ആർട്ടിക്കിളാണ്, ശ്രദ്ധിച്ച് ഇതൊന്ന് കേൾക്കുക, എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം കേട്ടോ. അപ്പൊ സീരിയസ്നെസ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഫ്രം 2030, മനസ്സിലായില്ലേ, 2000 അതായത് 160 മുതൽ 200 വരെ മില്യൺ ഇന്ത്യൻസ് കുഡ് ബി എക്സ്പോസ്ഡ് ടു ലെത്തൽ ഹീറ്റ് വേവ്സ്, ചൂട് കാറ്റ് എക്സ്പോസ്, അതായത് ഹീറ്റ് വേവ്സ് ആനുവലി. അതായത് 160 മുതൽ 200 മില്യൺ ഇന്ത്യൻസ് കൊല്ലത്തില് ചൂട് കാറ്റില് അത് അഫക്റ്റഡ് ആയിരിക്കും. വേൾഡ് ബാങ്ക് റിപ്പോർട്ടാണത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. ഇത് ചെറിയൊരു ആർട്ടിക്കിളാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു ജസ്റ്റ് എലാബറേറ്റ് ഇത്, കാരണം ഇത് ചെറിയൊരു ആർട്ടിക്കിളാണ്. അത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഫ്രം 2030 160 മില്യൺ ടു 200 മില്യൺ, മില്യൺ പറഞ്ഞാൽ 1 മില്യൺ 10 ലക്ഷം. ഓക്കെ, 200 മില്യൺ മുതൽ 160 മില്യൺ മുതൽ 200 മില്യൺ വരെ ആളുകളെ, അതായത് ഈ ലെത്തൽ ഹീറ്റ് വേവ്, ചൂട് കാറ്റ് അഫക്റ്റ് ചെയ്യും. അതായത് എവറി ഇയറിൽ ആൻഡ് നിയർലി 34 മില്യൺ പീപ്പിൾ വിൽ ലൂസ് ജോബ്സ്. മനസ്സിലായോ? എത്രയും 34 മില്യൺ പറഞ്ഞാൽ അറിയോ? 3,40,00,000 ആളുകൾക്ക് ജോബ് നഷ്ടപ്പെടും. വിൽ ഫേസ് ജോബ് ഇഷ്യൂസ്. ഇത് വേൾഡ് ബാങ്ക് റിപ്പോർട്ടാണ് കേട്ടോ, ഇന്നത്തെ. അതായത് ഇന്ന് വന്ന പ്രസ് റിലീസാണ്, അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഡ്യൂ ടു ഹീറ്റ് വേവ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി വിൽ ഡിക്ലൈൻ. പ്രൊഡക്ടിവിറ്റി ആൾസോ വിൽ ഗോ, ബിക്കോസ് ഹീറ്റ് വേവ്സിൽ അറിയാലോ, ചൂട്, നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതൽ ഉഷ്ണം ഉള്ള സ്ഥലങ്ങളിലും നമുക്ക് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റില്ല, വയലിലൊക്കെ അല്ലേ. അപ്പോ യെസ്, ഇവിടെ പ്രൊഡക്ടിവിറ്റി ഡിക്ലൈൻ ബൈ 2037. ദ ഡിമാൻഡ് ഫോർ കൂളിംഗ് ഈസ് ലൈക്ലി ടു ബി 8 times. തണുപ്പ് നമുക്ക് 8 എയർ കണ്ടീഷൻ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ജോലി ചെയ്യണമെന്ന് വെച്ചാൽ തണുപ്പ് വേണമെന്ന് വെച്ചാൽ 8 ടൈം, അതായത് ഇതിന്റെ ഡിമാൻഡ് കൂടി വരും. 8 times മോർ ദാൻ ദി കറന്റ് ലെവൽ. ഇപ്പോഴതിന്റെ 8 times തണുപ്പ് നമുക്ക് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പോ ദ വേൾഡ് ബാങ്ക് റിപ്പോർട്ട് സേസ്, അപ്പൊ ഇന്ത്യസ് കൂളിംഗ് സ്ട്രാറ്റജി ക്യാൻ ഹെൽപ്പ് സേവ് ലൈവ്സ് ആൻഡ് ലൈവ്ലിഹുഡ്സ്, റെഡ്യൂസ് കാർബൺ എമിഷൻസ് ആൻഡ് പൊസിഷൻ ഇറ്റ് ഈസ് എ ഗ്ലോബൽ ഹബ് ഫോർ ഗ്രീൻ കൂളിംഗ് മാനുഫാക്ചറിങ്. അപ്പൊ എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ ചൂട് കാരണം അറിയാലോ, നമുക്ക് ഓരോ റിഫൈനറീസും മറ്റേ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റ്സും ഒക്കെ ആകാശത്തേക്ക് ഇങ്ങനെ വരുന്ന പുക, മോട്ടോർ വെഹിക്കിൾ, ഇതിന്റെ കൊണ്ട് ചൂട് കൂടി 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 വരികയാണ്. ഐസ് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ ലെവൽ കൂടുകയാണ് സമുദ്രത്തിന്റെ മേപ്പെട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പലതും, പ്രതീക്ഷിച്ച സമയത്ത് മഴയില്ല, പ്രതീക്ഷിച്ച സമയത്ത് കാറ്റില്ല, ചിലപ്പോൾ സുനാമി. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ത്രൂ ഔട്ട് ദ വേൾഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇന്ത്യ ആൾസോ ഫേസ് സെയിം പ്രോബ്ലം. അല്ലെങ്കിൽ ഓരോ ദിവസം പത്രം നോക്കൂ, ഓരോരോ സ്ഥലത്ത് ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇനിയും പ്രതീക്ഷിക്കാം. ഇനി ഇതിനെപ്പറ്റി കുറെ കൂടുതലുണ്ട്, കാർബൺ ഡയോക്സൈഡിനെ പറ്റി കൂടുതലുണ്ട്. അതേമാതിരി നോക്കൂ, അതുകൊണ്ട് നമ്മൾ കുറെ ഇൻവെസ്റ്റ് ചെയ്യണം കൂളിംഗ് സ്ട്രാറ്റജിയിലെ ഒരു സെന്റൻസ് വളരെ 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 ഉപകാരമാണ്. അതായത് എമിഷൻ സിഗ്നിഫിക്കൻ്റ്ലി ക്രിയേറ്റിംഗ് 3.7 മില്യൺ. അതായത് നോക്കൂ, ഇതോടുകൂടി ഞാൻ ഈ ആർട്ടിക്കിൾ വലുതാണ്, ഇതെന്ന് കാര്യം മനസ്സിലാവും. നോക്കൂ, വിത്ത് ദ ഡിമാൻഡ് ഫോർ കൂളിംഗ്, ചൂട് സമയത്ത് നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് ചൂട് കൂടുന്നത് കൊണ്ട് there will be a demand for a new air conditioner every 15 seconds.
ദി റിപ്പോർട്ട്സ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട്, അതായത് പറയാണ് 15 സെക്കൻഡില് ഒരു എയർ കണ്ടീഷണർ ആവശ്യമായിട്ട് വരുമെന്ന്. ബാക്കി വായിക്കണ്ടല്ലോ. ഇതാണ് ഒരുപടി ഉണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടത്. ഇന്ത്യ കൂളിംഗ് സ്ട്രാറ്റജി ക്യാൻ ഹെൽപ്പ് സേവ് ലൈഫ്. അല്ലെങ്കിൽ മനുഷ്യനെ ചത്തുപോകും. കാരണം എന്താ, ചൂടത്തെ അറിയില്ലേ, സൺസ്ട്രോക്ക് ഒക്കെ. ഇപ്പൊ ഉത്തർപ്രദേശ്, നമ്മുടെ പല സ്ഥലത്ത്, ആന്ധ്രാപ്രദേശ്, ഈ സൺസ്ട്രോക്ക് അതൊക്കെ വരുന്നില്ലേ. അപ്പൊ ഇതൊക്കെ ഈ ഇതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലൈമറ്റ് ചേഞ്ച് കുറെ ഉണ്ടത്, ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക. ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഇമ്പാക്ട് എൻവയറോൺമെന്റ് ആൻഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദി കൺസെപ്റ്റ് ഓഫ് ഗ്രീൻ, പച്ച, അതായത് ഗ്രീനറി. ഓക്കെ, ലോജിസ്റ്റിക്സ് അസ്യൂംസ് ഇമ്പോർട്ടൻസ്. എല്ലാം നമ്മളെ സുരക്ഷിതമായ എൻവയറമെന്റിലും പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ, അതായത് എയർ പൊല്യൂഷനോ റേഡിയേഷനോ ലാൻഡ് പൊല്യൂഷനോ വാട്ടർ പൊല്യൂഷനോ ഒന്നും ഇല്ലാതെ നല്ല നല്ല ശുദ്ധവായു ശ്വസിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. പ്ലാസ്റ്റിക് പൊല്യൂഷനോ ഒന്നും പാടില്ല. സോ ഗ്രീൻ ലോജിസ്റ്റിക് ഈസ് കൺസേൺഡ് വിത്ത് ദി സിസ്റ്റമാറ്റിക് മെഷർമെന്റ്, അനാലൈസിസ് ആൻഡ് മിനിമൈസിങ് ഓഫ് ദ എക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് നമ്മുടെ ഇത് എൻവയറമെന്റ് ഇമ്പാക്ട് ഓഫ് ഇതൊക്കെ. പ്ലാസ്റ്റിക് അറിയില്ല നിങ്ങൾക്ക്, ഞാൻ അന്ന് പറഞ്ഞില്ലേ, 50 കൊല്ലം മണ്ണിന്റെ അടി കിടന്നാൽ അങ്ങനെ തന്നെ കിടക്കും. അലിയില്ല, മണ്ണിനോട് ചേരില്ല പ്ലാസ്റ്റിക്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്, മനസ്സിലായില്ലേ. മാത്രമല്ല, അത് പശുക്കളോ കന്നുകാലികൾ തിന്നാതിന്റെ വയറ്റില് അങ്ങനെ കെട്ടിക്കും. അതേമാതിരി ഈ കടലിൽ വലിച്ചെറിഞ്ഞ് മീന് തിന്നും. അതെല്ലാം അങ്ങനെ ശ്വാസം അടഞ്ഞ് അങ്ങനെ മരണപ്പെടും. മൃഗങ്ങൾ, ആന ചില സമയത്ത് ആരും ഒന്നും തിന്നാല്ലാതെ. ഇപ്പൊ നമ്മളിവിടെ വളർത്തു മൃഗമായിട്ട് കണക്കാണ്. മറ്റുള്ള സ്ഥലങ്ങളിലോ എന്താ കിട്ടിച്ചാൽ തിന്നില്ലേ. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയുമ്പോ പ്രത്യേകം സൂക്ഷിക്കാം. നമ്മളെ വൺ മോർ തിങ്, വി ആർ വെരി പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസ്, നമ്മളെല്ലാം നമ്മൾ വളരെ ക്ലീനാണ്. നല്ല കാര്യമാണ്, അങ്ങനെ വേണം അല്ലേ. നമ്മുടെ വീട് സുരക്ഷിതമായി നന്നായി നമ്മളെ വളരെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് രാവിലെ കുളിച്ച് എല്ലാം വളരെ വൃത്തിയിൽ നമ്മളെ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ അവിടുത്തെ വേസ്റ്റ് നിങ്ങൾ അടുത്ത വീട്ടിലിടുക എന്നല്ലാതെ, അത് നീ ആർ നോട്ട് ബോധഡ് അബൌട്ട് ആ മറ്റുള്ളവരുടെ എൻവയറമെന്റൽ ഇഷ്യൂ ഒന്നും ബോധറല്ല. നമ്മൾ അങ്ങോട്ട് വലിച്ചെറിയും, റോഡിലേക്ക് വലിച്ചെറിയും, അല്ലെങ്കിൽ വേറെ എവിടെയും വെച്ചാൽ വലിച്ചെറിയും. അതിന്റെ ഇമ്പാക്ട് എന്തെന്ന് അറിയില്ല. ചിലപ്പോൾ വഴിക്ക് വീഴും, ട്രാഫിക്, അതായത് നേരെ വീഴുന്നത് മോട്ടോർ വെഹിക്കിളിന്റെ താഴെ ആയിരിക്കും, ടയറിന്റെ ഇടയിലായിരിക്കും. പഴത്തൊലി റോഡിൽ വലിച്ചെറിയും, അത് ആരെയും ചവിട്ടി സ്ലിപ്പ് ചെയ്ത് പോകും. അതൊന്നും നമ്മൾ ബോധറിയില്ല. നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കണം, നമ്മുടെ കച്ചറ നമ്മൾ പുറത്തിടും. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. വളരെ ശ്രദ്ധാപൂർവം നമ്മളെ, പ്രത്യേകിച്ച് ഇനി കേൾക്കാൻ എന്തിനു പറയുന്നു, നമ്മൾ നമ്മുടെ കേരളത്തിന്റെ, ഇപ്പൊ മലയാളത്തിൽ ഞാൻ പറയേണ്ടതാണ് പറയുന്നത്, കേരളത്തിന്റെ ഇതൊന്ന് നോക്കൂ. എവിടെയും മഴ, എപ്പോഴാ മഴ, കർഷകർ കിടന്ന് വട്ടം തിരിയുന്നു. വേണ്ട സമയത്ത് മഴയില്ല, വേണ്ടാത്തപ്പോ മഴ വരും. എന്താ വേണ്ടാത്തപ്പോ? കൃഷി കൊയ്യുന്ന സമയത്ത് മഴ പെയ്ത എന്താ സ്ഥിതി? അവർക്ക് അതൊന്ന് സ്റ്റോർ ചെയ്യാൻ അത് മുളയ്ക്കും, വിത്ത് അല്ലേ. അങ്ങനെ അതേമാതിരി എന്ത് വാഴക്കൃഷി ആയിക്കോട്ടെ, പൈനാപ്പിൾ കൃഷി ആയിക്കോട്ടെ, വേണ്ട സമയത്ത് വെള്ളം കിട്ടില്ല, വേണ്ടാത്ത സമയത്ത് വെള്ളം വേണ്ടത്ര കിട്ടും. അതൊന്ന്. അപ്പൊ ക്ലൈമറ്റ് കണ്ടീഷൻ ഈസ് റിയലി സ്പോയിലിംഗ് ദ ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്, ഫാർമേഴ്സ് എസ്പെഷ്യലി. ദർ ഇസ് എ ഗ്രെയിൻ, ഇതിന്റെയൊക്കെ ഷോർട്ടേജ് വരും ആ സമയത്ത്. പിന്നെ വേറൊരു കാര്യം, ചിലയിടത്ത് മഴ കൂടുതലുണ്ട്. ഇപ്പൊ ചിറാപുഞ്ചി ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം. ഇപ്പൊ അവിടെ അത്ര മഴയില്ല. അപ്പോ അവിടെയും പണ്ടത്തെ അത്ര മഴയില്ല, മനസ്സിലായില്ലേ. അപ്പൊ ഇതെല്ലാം കമ്മിട്ട് വരികയാണ്. ആൻഡ് മിനിമൈസിങ് അപ്പോ ദിസ് ഇൻക്ലൂഡ്സ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഫ്ലോ പ്രൊഡക്റ്റ്. റിവേഴ്സ് ഫ്ലോ പ്രൊഡക്റ്റ് പറഞ്ഞാൽ സാധനം രണ്ടാമത് ഉപയോഗിക്കുക സാധിക്കാവുന്നത് റൊട്ടേറ്റ് ചെയ്തിട്ട്, മനസ്സിലായില്ലേ. ഇൻഫർമേഷൻ ആൻഡ് സർവീസസ്, പത്രം നോക്കൂ, പത്രം നമുക്ക് രണ്ടാമത് ഇത് ചെയ്യാലോ, റീസൈക്കിൾ ചെയ്യാലോ. ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ഒറിജിൻ ആൻഡ് ദ പോയിന്റ് ഓഫ് കൺസംഷൻ it is associated with the green inventory management. Green അതെല്ലാം വരുന്നുണ്ട്. facility location, operational implications of environmental regulations. എൻവയറമെന്റിന്റെ ഓരോ നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. ഇത് പൊല്യൂഷൻ കൺട്രോൾ ഇല്ലേ, മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇല്ലേ, എയർ ട്രാഫിക് ഇതല്ലേ നമ്മുടെ എയർ പൊല്യൂഷൻ ആക്ട് ഇല്ലേ, എൻവയറമെന്റൽ പല ആക്ട് ഉണ്ട്, 10-17 ആക്ടുകളുണ്ട്. അപ്പോ ഇതൊക്കെ എൻവയറമെന്റ് റെഗുലേഷൻസ് ആണ്, അതെല്ലാം പാലിക്കേണ്ടതായിട്ടുള്ളതാണ്. റെസ്പോൺസിബിൾ പർച്ചേസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. നമ്മളെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചൈനയിൽ നിന്നോ വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരു ക്വാളിറ്റി ചെക്കില്ല, ഒന്നുമില്ല, ഒരു ഗ്യാരണ്ടിയിൽ അങ്ങ് വാങ്ങും.
അത് നമ്മൾ ഉപയോഗിക്കും, ചിലപ്പോൾ വലിച്ചെറിയും അല്ലേ? കാൽക്കുലേറ്റർ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ചൈനയുടെ മേടോ എന്തെങ്കിലും ഒന്നിനും ഗ്യാരണ്ടി ഇല്ല. അപ്പൊ മനസ്സിലായില്ലേ? അപ്പനെ അത് എടുത്ത് വലിച്ചെറിയും. ആ വലിച്ചെറിയുന്നത് എവിടെയാണ്? അങ്ങോട്ട് കൊണ്ടിടും ഹാർഡ്വെയർ. അതിൽ റേഡിയേഷൻസ് ഉണ്ടാവും, മറന്നു പോകുന്നു. അങ്ങോട്ട് കൂമ്പാരം അങ്ങോട്ട് വലിച്ചെറിയും നമ്മുടെ ഇവിടേക്ക് ലാൻഡിലേക്ക്. അപ്പൊ ലാൻഡ് പൊല്യൂഷനും ആയി, റേഡിയേഷനും ആയി. പോരാ. സോ അതേമാതിരി നമ്മുടെ ഹോസ്പിറ്റലിൽ വേസ്റ്റ് നമ്മൾ വലിച്ചെറിയ എന്താ സ്ഥിതി? കാരണം പുറത്തേക്ക് നമ്മുടെ ഒരു കോട്ടൺ ഒരു പഞ്ഞി ഇടൂ. ഇപ്പൊ രക്തത്തില് ചിലപ്പോ നമ്മുടെ പഞ്ഞി കൊണ്ട് തുടച്ചിട്ട് ആ ഇത് വലിച്ചെറിഞ്ഞു വരും ഹോസ്പിറ്റലില്. ആ പഞ്ഞി അങ്ങോട്ട് ഇട്ടിട്ട് കോട്ടൺ അത് വലിച്ചെറിഞ്ഞു വിചാരിക്കുക എവിടെയെങ്കിലും. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇട്ടോ, അല്ലെങ്കിൽ ഡ്രെയിനേജിലോ എവിടെയെങ്കിലും ഇട്ടു വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം എന്തറിയാം? അതായത് ഇത് രക്തം തുടച്ചതാണോ, ഇത് എന്തിന്റെയാണെന്ന് ആർക്കറിയാം? വല്ല എപ്പിഡമിക് ആണോ, കഫം, അതേമാതിരി ക്ഷയരോഗം, എയ്ഡ്സ്, എല്ലായിടത്തും ഇതേമാതിരി രക്തപ്രവാഹം മറ്റേതൊക്കെ ഉണ്ടായിരിക്കും. ഏതില് തൊട്ടിട്ടാണ് ഈ കോട്ടൺ ആർക്കറിയാം? അപ്പൊ അതുകൊണ്ട് ഇത് മറ്റുള്ളവരുടെ അടുത്ത് പോണ സമയത്ത് ചിലപ്പോ അവർക്കും ചിലപ്പോൾ അസുഖം ബാധിക്കും. അതാണ് ബയോമെഡിക്കൽ ഡിസ്പോസൽ ഓരോരോ ഹോസ്പിറ്റലിൽ. മനസ്സിലായില്ലേ? സോ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗ്രീൻ ലോജിസ്റ്റിക് ഇസ് നെസസറി ഫോർ എ സസ്റ്റൈൻ. അപ്പൊ ഓരോന്നും ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്, ഓരോരോ ആക്ട് ഉണ്ട്, അതേമാതിരി ഡിസ്പോസ് ചെയ്യുക. ഗ്രീൻ ലോജിസ്റ്റിക് കൺസെപ്റ്റ്സ്. ദി റൈസിംഗ് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് ക്ലൈമറ്റ് സിസ്റ്റം മെയിൻലി അറൈസിങ് ഫ്രം. നമ്മളാണ് ഇതിന് കാരണക്കാര്. ഭൂമിയിൽ ചൂട് കൂടാൻ ആരാ കാരണക്കാര്? നമ്മൾ തന്നെയല്ലേ? പറയാട്ടെ. അതായത് ഫാക്ടറി പ്രവർത്തിക്കുന്നു, ഫർണസ് ഉണ്ട്, റിഫൈനറീസ് പ്രവർത്തിക്കുന്നു, അതിന്റെ ചൂട് മേപ്പെട്ട് പോകുന്നു. മറ്റേ ഇല്ലേ ഓരോന്ന് വണ്ടികൾ ഓടിക്കുന്നു, അതിന്റെ പൊല്യൂഷൻ വരുന്നു. വണ്ടി ഒന്ന് പോരാ 10 വേണം ഓരോരുത്തർക്ക്, 5ഉം 6ഉം ഒക്കെയാണ് ഓരോരുത്തർ വെഹിക്കിള്. വരെ ഒന്നും നമ്മൾ ആലോചിച്ചിട്ടല്ല, വേണ്ട ഒരു പ്രിക്കോഷൻ എടുക്കാതെയാണ് പോണ പോക്ക്. എത്രയും കൂടുതൽ വെഹിക്കിൾ. കേരളം ചെറിയൊരു സ്റ്റേറ്റ് ആണ്. എത്ര വെഹിക്കിളിന്റെ എണ്ണം തന്നെ പറയാം, ലാക്സ്. പോപ്പുലേഷൻ ആകെ 3.5 കോടി. അത് 3.5 കോടി 3.5 കോടിയിൽ 4.5 കോടി പുറത്താ പോയിരുന്നത്. എന്നിട്ട് വെഹിക്കിളിന്റെ ഒന്നും ആലോചിച്ച് നോക്കൂ. പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ വാരിക്കൂട്ടി കിട്ടുന്ന കാശുകൊണ്ടോ ലോൺ കൊണ്ടൊക്കെ നമ്മൾ വെഹിക്കിൾ, അത് എന്നിട്ട് എന്തിനു ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ല ഒന്നും അറിയില്ല. പക്ഷെ ഇതിനൊക്കെ പൊല്യൂഷൻ ഉണ്ടെന്ന് ഓർക്കുക. ഇത് റോഡിലങ്ങ് ഇറങ്ങിയല്ലേ. അപ്പോൾ വെറും നമ്മള് ഫ്ലൈ ഓവർ കിട്ടുന്നു, ജംഗ്ഷനിൽ എത്തുന്നു, ട്രാഫിക് അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇതിന്റെ വരുന്ന പൊല്യൂഷൻ എന്താ ചെയ്യുക? അപ്പൊ നമ്മളും സ്വയം ഡിസിപ്ലിൻഡ് ആവേണ്ട ചില കാര്യങ്ങളിലൊക്കെ. കാരണം ആവശ്യമുള്ളത് ചെയ്യുക, ആവശ്യമില്ലാത്തത് വേണ്ടെന്ന് വെക്കുക. അതിന് ദാറ്റ്സ് ഓൾ. കാരണം നമ്മളെ എപ്പോഴും എസ്പെഷ്യലി ഞാൻ പറയാം, തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഇല്ലാത്തത് ഉണ്ട് എന്ന് കാട്ടിക്കൂട്ടും. കാരണം ഇപ്പൊ ഞാൻ പറയാം, കേരളത്തിന്റെ ടോട്ടൽ വെഹിക്കിള് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയുടെ അതേമാതിരിയുള്ള വെഹിക്കിൾ ടോട്ടലാണ്. ആവശ്യമുണ്ടോ? മഹാരാഷ്ട്ര എവിടെ കിടക്കണം, ഇന്ത്യ എവിടെ കിടക്കണം, കേരളം എവിടെ കിടക്കണം? സ്റ്റേറ്റ് എത്ര വിസ്തീർണമാണ്? വൺ ഓഫ് ദ ലാർജസ്റ്റ് ഏരിയ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്രയും. ഇതൊക്കെ അതിൻ്റെ ഒപ്പമാണ് നമ്മുടെ വെഹിക്കിൾ എത്തുന്നത്. അങ്ങനെ എത്ര ഒരു ദിവസം ഇപ്പൊ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എത്രയാണ് ഒരു മാസം രജിസ്റ്റർ ചെയ്യണത്? അവിടെയും അടിപിടി. നമ്പർ കൊടുത്തിട്ട് 5 ലക്ഷം 6 ലക്ഷം കൊടുത്ത് സ്പെഷ്യൽ നമ്പർ വേണം, 10 ലക്ഷം 12 ലക്ഷം കൊടുത്തിട്ട് എന്റെ നമ്പർ, ഇഷ്ടപ്പെട്ട നമ്പർ വേണം പറഞ്ഞിട്ട് കലക്ടറേറ്റ് നിന്ന് വാങ്ങുന്നതും. എന്നിട്ട് ഏത് റൂട്ട് കൂടെ ഓടിക്കുന്നേ? അത് ആകാശത്ത് കൂടെ ഓടിക്കാൻ പറ്റില്ലല്ലോ വണ്ടി. റോഡ് വേണ്ടേ? റോഡിന് വീതി വേണ്ടേ? കുഴിയും കുണ്ടാണ് പലതും. അപ്പൊ അതുകൊണ്ട് അതിന് നല്ല റോഡ് വേണ്ടേ? റോഡ് ഉണ്ടാക്കാൻ സ്ഥലം വേണ്ടേ? സ്ഥലം നമ്മൾ ഭൂപ്രകൃതി നോക്കണ്ടേ? വളഞ്ഞിട്ടാണ് നമ്മുടെ ഭൂപ്രകൃതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും പിടിച്ചു. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? നമ്മളെ എത്ര വില പിടിച്ച വണ്ടി വാങ്ങിയാലും സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോ നമുക്ക്? കാരണം മുഴുവൻ യു ടേണും മറ്റേ ഇതൊക്കെയാണല്ലോ നമ്മുടെ. അങ്ങനെ ഭൂപ്രകൃതി എങ്ങനെയാണ് കേരളത്തിന്റെ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളെ ചെയ്യാൻ. പക്ഷെ നമ്മൾ ആരോടും നിരുത്സാഹപ്പെടുത്തല്ല, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ആദ്യം നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ കടിഞ്ഞാണില്ലാത്ത കുതിരയെ മാതിരി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, എവിടേക്കാ പോകണ്ടെന്ന് അറിയാതെ പോകും അല്ലേ? അതേമാതിരി നമ്മളെ ആവശ്യം ഉള്ളത് മാത്രം നമ്മള് ഒരു കാര്യം എന്തുണ്ടറിയോ? നമ്മളെ ഒരു കാര്യം ബേസിക് ആയിട്ട് ഒരു കാര്യം ഓർക്കണ്ടെന്ന് വെച്ചാൽ,
വി കനോട്ട് പ്രഡിക്റ്റ് എനിത്തിങ് അബൌട്ട് ഫ്യൂച്ചർ. ഇന്ന് നമുക്ക് കാണുന്നതൊന്നും നാളെ ഉണ്ടാവില്ല. ഉള്ള ദിവസം സന്തോഷമായിട്ടും ജനങ്ങൾക്ക് പരോപകാരം വളരെ നല്ലതായിട്ട് സൗഹാർദ്ദപരമായിട്ടും നല്ല ഹാപ്പി ലൈഫായിട്ടും ഫാമിലി ലൈഫായിട്ടും ഒക്കെ മനുഷ്യന് സൊസൈറ്റിക്ക് ഉപകാരപ്രദമായ വിധത്തിൽ നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടിട്ട് മറ്റുള്ളവരെ കാണിച്ചിട്ട് ഒരു പ്രയോജനം നമുക്കില്ല. അപ്പൊ ഇതൊക്കെ പൊല്യൂഷൻ, ഇതിനൊക്കെ അണ്ടമാനം നമ്മുടെ ഈ വെഹിക്കിൾസൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് ആവശ്യമില്ലാതെ. പിന്നെ ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ ജസ്റ്റ് പറയാ, വലിയ സീനിയർ അഡ്വക്കേറ്റ് ആണ്, സ്റ്റേറ്റിന്റെ വളരെ സീനിയർ അഡ്വക്കേറ്റ്. സീനിയർ പറഞ്ഞ ദ ബിഗസ്റ്റ്. തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഒരു 5 10 നായകളെ കൊണ്ടുവന്നിട്ട് വളർത്തുന്നു അവിടെ. അതിന് വലിയൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് പട്ടിക്ക്. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ വീടില്ല, പട്ടികൾക്ക് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ സൂക്ഷിക്കാൻ അതിനൊരാള് ഇവിടുത്തെ ജാർഖണ്ഡ് എന്ന ഒരുത്തിനെ കൊണ്ടുവന്നിട്ട് അവനെ താമസിക്കാൻ, രാവിലെ നോക്കാൻ, വൈകുന്നേരം നോക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, പാല് കൊടുക്കാൻ, കൊച്ചു കൊച്ചു ഇതിന്. എന്നിട്ട് പിന്നെ അതിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. കൊച്ചുകുട്ടികളല്ലേ, അത് ചിലപ്പോൾ കാണാം 5 എണ്ണം, ചിലപ്പോൾ കാണാം 10 എണ്ണം. ഇങ്ങനെ അതിനൊരു കൂട്, ഇതേമാതിരി അതിന് ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ എന്താ ഇത്, വാട്ട് ഇസ് ദിസ് ആക്ച്വലി? സി, യു ആർ എൻജോയിങ്, ഓക്കെ, ആൾ റൈറ്റ്, ബട്ട് ബിക്കോസ് ഓഫ് യുവർ എൻജോയ്മെന്റ് even nearby areas, neighbors are also affected, because ഇത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, രാത്രിയും കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അവര് പറഞ്ഞ എന്റെ ഹോബി അത് എന്ന് പറയാം. അപ്പൊ ആ ഹോബി മറ്റുള്ളവരുടെയും കൂടി കൺവീനിയൻസും കൂടി നോക്കണ്ടേ? ഹോബി നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അങ്ങനെയല്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോരോ കാര്യങ്ങള് എക്സസ്, ടു മച്ച് ഈസ് ആൾവേസ് ഡേഞ്ചറസ് സംടൈംസ്. സ്വത്തായാലും ശരി, എന്താണ് ശരി, ടു മച്ച് ഈസ് ആൾവേസ് സംടൈം ഡേഞ്ചറസ്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കോളൂ, ഞാൻ പറയുന്നത് ഞാൻ ചില നല്ല എത്രയോ നല്ല കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവുകൊണ്ട് ഞാൻ പറയണത്. എന്തുകൊണ്ടാണ് അതൊക്കെ ഓരോരുത്തരെ കാട്ടിക്കൂട്ടുന്ന ഓരോ കോലാഹലങ്ങളും അതേമാതിരി അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്തുകളൊക്കെയാണ് ഞാൻ പറയുന്നത്. എനിവേ, മച്ച് വേഴ്സ് ഈസ് പ്രൊഡക്റ്റഡ് അൺലെസ് urgent measures to limit greenhouse gases emissions and deforestation. കാടുകളെ കത്തിച്ച് വൈൽഡ് ഫയർ, മരങ്ങൾ വെട്ടുന്നു, കാറ്റില്ല, കാടുകളില്ല എന്നുണ്ടെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. അതിന്റെ പുറമെ നമുക്ക് മഴ കിട്ടില്ല. അതിന് അഫോറസ്റ്റേഷനാണ് വേണ്ട, ഡിഫോറസ്റ്റേഷൻ അല്ല എന്നങ്ങനത്തെ. സോ ക്ലൈമറ്റ് ചേഞ്ച് ദ ഗ്ലോബൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഇന്ത്യയിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. പ്രശ്നം ഇപ്പൊ പാകിസ്ഥാൻ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, എല്ലായിടത്തും ഉണ്ട്, ചൈനയിലുണ്ട്, ഒക്കെ ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ ക്യാരക്ടർ ബൈ ദ നമ്മളിപ്പോ ഇന്ത്യയുടെ കാര്യമല്ല നമ്മൾ പറയാം, എല്ലായിടത്തും ഉണ്ട്. ഇത് ഗ്ലോബൽ ഫിനോമിനയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ ഇന്ത്യയുടെ കാര്യം, നമ്മുടെ വീട്ടിലത്തെ കാര്യം പറഞ്ഞിട്ടല്ലേ മറ്റുള്ളവരുടെ കാര്യം പറയുക. അപ്പോ ക്ലൈമറ്റ് ചേഞ്ച് ഇൻ സിമ്പിൾ ടേംസ് implies the global phenomena of transformation in the average climatic conditions such as temperature, rainfall in a region over a long period of time. അല്ലെ, റെയിൻഫോൾ ഒക്കെ നോക്കൂ, പണ്ടത്തെ മാതിരിയാണോ? മറക്കരുത്, ഇന്ത്യയിലെ ചില സ്ഥലങ്ങളില് മഴ പെയ്തിട്ട് 12 കൊല്ലം ഒരു ചില വളർന്നു വരുന്ന കുട്ടികൾ മഴ പോലും കാണാത്ത ചില ഏരിയ ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അടുത്ത് തന്നെയാണ് അതൊക്കെ. മഴ എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ട്, കാരണം അവിടെ മഴ പെയ്തിട്ടില്ല. അങ്ങനത്തെ പ്രദേശങ്ങളുണ്ടെന്ന് മറക്കരുത്. പക്ഷെ ചിലയിടത്ത് കണ്ടമാനം മഴയുണ്ട്. അപ്പൊ ഇതാണ് ഓരോ ഡിഫറൻസ്. സോ റിസീഡിങ് വാട്ടർ സപ്ലൈ, കിണറിലത്തെ വെള്ളം, നദികളിലത്തെ വെള്ളം റിസീഡ് ചെയ്യുന്നു, മനസ്സിലായില്ലേ? ഡ്രോട്ട് പറയണ്ടല്ലോ, മഹാരാഷ്ട്രയിലൊക്കെ കർഷകർ എത്ര ആത്മഹത്യ ചെയ്യാൻ, ആന്ധ്രാപ്രദേശിലൊക്കെ ഡ്രോട്ട്, കൃഷി നാശം, വെള്ളം ഇതില്ല. കാരണം എന്താ വെച്ചാൽ ഡ്രോട്ട്. എവിടുന്ന വെള്ളം കൊണ്ടുവരിക? എത്ര ആഴത്തിൽ കുഴിച്ചാലും കിണറുണ്ടാവില്ല. ഫ്ലഡ്, ചിലയിടത്ത് ഫ്ലഡ്. പിന്നെ എറോഷൻ, ഭൂമി, ഉത്തരാഖണ്ഡിലെ, അതെ, ഉത്തരാഖണ്ഡിലെ കേരളത്തിലില്ലേ എറോഷൻ, ഇത് ലാൻഡ് സ്ലൈഡ് ഒക്കെ, ഇടുക്കി, എന്താ കുട്ടിക്കാനല്ലേ എന്താ സ്ഥലത്തിന്റെ പേര്, അവിടെ കോട്ടയത്തിന്റെ അടുത്തൊക്കെ ലാൻഡ് സ്ലൈഡ് അല്ലേ ഉണ്ടായിരുന്നത്, എറോഷൻ ആൻഡ് കോസ്റ്റ്. അപ്പൊ എവിടെ ഇത് നടക്കുന്നതെന്ന് നമുക്ക് പറയുകയ്യ. ഇപ്പൊ കൊങ്കൺ റെയിൽവേ ചില സമയത്ത് പാളം, റെയിൽവേ ട്രാക്കിന്റെ മീതാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാറ് ചിലപ്പോ, കാരണം നമുക്കൊന്നും പ്രതീക്ഷിക്കുകയ്യ. സോ എറോഷൻ ഇൻ കോസ്റ്റൽ. പിന്നെ കടലിടുക്കുക,
കോസ്റ്റൽ ബെൽറ്റ്, കടലെടുക്കുക. അതായത് കോസ്റ്റൽ ഏരിയയിലെ തീരദേശം, അതിനെ കടലെടുക്കുന്നത്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചസ് ഇമ്പാക്ട്സ് ആർ associated with rising average global temperature and greenhouse gases produced from combustion fossil fuel. മനസ്സിലായില്ലേ? ഇതില് പിന്നെ നോക്കൂ, ജ്വലനം ഫോസിൽ ഫ്യൂൽ പറഞ്ഞാൽ ജൈവവളം, ജൈവ ഇന്ധനം ഇൻ പവർ ജനറേറ്റർ, നാച്ചുറൽ ഗ്യാസ്, ONGC ഒക്കെ ഉണ്ടല്ലേ, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ട്രാൻസ്പോർട്ട് എമിഷൻ. ഇതെല്ലാം നോക്കൂ, കത്തിക്കുമ്പോഴേ ഗ്യാസ്, പെട്രോളിയം, കെമിക്കല്, ട്രാൻസ്പോർട്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുക എന്താ ബിൽഡിംഗ് ഡിസൈൻ. എന്താ ബിൽഡിംഗ് ഡിസൈൻ അറിയോ? വേറെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ബിൽഡിംഗ്. ബിൽഡിംഗ് ഡിസൈൻ പറഞ്ഞാൽ എന്താണ് അറിയാമോ? നോക്കൂ, നമ്മൾ തോന്നിയമാതിരി ബിൽഡിംഗ് കെട്ടരുത്, ടൗൺ പ്ലാനിങ് വേണം. നോക്കൂ, ചണ്ഡീഗഡ് മോഡേൺ സിറ്റി, എങ്ങനെ പ്ലാനിങ്, എങ്ങനെ വീട്, എങ്ങനെ വെന്റിലേഷൻ ഒന്ന് നോക്കൂ. ആരെങ്കിലും ചണ്ഡീഗഡിൽ താമസിക്കുന്നുണ്ട് നോക്കൂ. I was fortunate to live there for 21 years. റോഡ് ഒരേമാതിരി, വീടുകള് ഒരേമാതിരി, ഗേറ്റ് ഒരേമാതിരി, വൃക്ഷങ്ങള് അതിന്റെ കംപ്ലീറ്റ് ആയമാര് ഇത്ര നിലയെ പാടുന്നുണ്ട്. അവരുടെ പെർമിഷൻ ഇല്ലാണ്ട്, ടൗൺ പ്ലാനുകൾ അതില്ലാണ്ട് അപ്രൂവൽ എടുക്കാൻ പാടൊന്നും ചെയ്യാൻ പാടില്ല. വെൽ പ്ലാൻഡ് സിറ്റി. അതുകൊണ്ട് എന്താ വരുന്നത്? മഴയത്ത് വെള്ളം, ഡ്രെയിനേജിന്റെ പ്രോബ്ലം അത്രയില്ല. എല്ലാം പ്രോപ്പറായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് മാത്രമേ എൻവയോൺമെന്റൽ ഇഷ്യൂ അവിടെ വരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എത്ര വാഹനങ്ങൾ ഉണ്ടെങ്കിലും അവിടുത്തെ ഗ്രീനറി, അവിടുത്തെ ഗാർഡൻ, റോക്ക് ഗാർഡൻ, റോസ് ഗാർഡൻ, അതേമാതിരി ഓരോരോ ഫേസസിലും ഓരോരോ സ്ഥലത്തും പ്രത്യേകം കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള ഗാർഡൻസ്. അതുകൊണ്ട് എൻവയോൺമെന്റലി ഡസ്റ്റ്, ഇതെല്ലാം ഡസ്റ്റ് പ്രൂഫ് ഇതായിട്ട് ഇതെല്ലാം വരും. അപ്പോ ബിൽഡിങ് തോന്നിയമാതിരി കെട്ടിയിട്ടുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. അതേമാതിരി കാരണം ഒരു ബിൽഡിംഗ് അങ്ങോട്ട്, ഒരു ബിൽഡിംഗ് ഇങ്ങോട്ട്, ഈ വരുന്ന കാറ്റ് അതിന് തടഞ്ഞു നിർത്തും. അപ്പൊ നമുക്ക് കാറ്റ് കിട്ടുമോ? അതേമാതിരി നിങ്ങൾ പ്രോപ്പർ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ, ചെന്നൈയിൽ എന്താണ് വെള്ളപ്പൊക്കത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അറിയാമോ? പെട്ടെന്ന് ഓർത്തില്ല, ചെന്നൈ കൂടുതൽ മഴയില്ലാത്ത ആണ് പ്രദേശമാണ് പണ്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് മഴ വന്നു, സുനാമിയും ഗിനാമിയും ഒക്കെ വന്ന സമയത്ത് അങ്ങ് അടിച്ചു വെള്ളം ഉള്ളിലേക്ക്. വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല, കെട്ടിക്കിടക്കാണ്. അതിങ്ങനെ മെല്ലെ എന്താ കാരണം വെച്ചാൽ ഒഴുകി പോകാൻ സ്ഥലമില്ല, ഡ്രെയിനേജ് ഇല്ല. എല്ലാം വെള്ളം പോകുന്നിടത്തൊക്കെ ബിൽഡിംഗ് ആണ്. കാരണം അവിടെയും ബിൽഡിംഗ്, അത് ഇങ്ങോട്ട് ഇട്ടുകയും ചെയ്ത് ഇത് ഇങ്ങോട്ട് ഇട്ടുകയും ചെയ്ത് വെള്ളം പൊന്തുകയെന്നല്ലാതെ ഒഴുകി അങ്ങോട്ട് പോയില്ല. അത് ഇപ്പൊ മനസ്സിലായി സംഭവം. തോന്നിയമാതിരി ബിൽഡിംഗ് കെട്ടിയ അതേമാതിരി ഇരിക്കും. കാരണം എന്താ വെച്ചാൽ വാട്ട് അബൌട്ട് ബാംഗ്ലൂർ റോഡിൽ കൂടെ, മെയിൻ റോഡിൽ കൂടെ ബോട്ട് ഓടിച്ചായിരുന്നില്ലേ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ? ബാംഗ്ലൂർ MG റോഡും മറ്റേ റോഡിൽ കൂടെ ആളുകളെ രക്ഷിക്കാൻ ബോട്ടാണ് ഓടിച്ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറയണത്, ഇന്ന് അവിടെ സംഭവിച്ചു, നാളെ വേറെ എവിടെയെങ്കിലും സംഭവിക്കും. പക്ഷെ ഇതെല്ലാം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് സംഭവിച്ചു പറഞ്ഞു നമുക്ക് സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത്. മനസ്സിലായോ? അഗ്രികൾച്ചർ ഇൻക്ലൂഡിങ് ദ ലോസ് ഓഫ് ഫോറസ്റ്റ്. അപ്പോ പറയണ്ടല്ലോ, ലോസ് ഓഫ് ഫോറസ്റ്റ്. ഒരു മിനിറ്റ്. ഓക്കെ, പിന്നെ ഗ്രീൻ ലോജിസ്റ്റിക്സ് incorporates all the steps taken to measure and minimize the ecological impact of logical activities. Green logistics, from the development perspective, is the production and distribution of goods in a sustainable way, taking into account ecological and social factors, thereby focusing on environmental cost of logistics. The major sustainability എന്നും നിലനിൽക്കുന്ന ചാലഞ്ചസ് എന്താണ് ഓരോരോ കമ്പനികളില്? അതായത് എനർജി എഫിഷ്യൻസി, അതായത്
നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് ലെസ് എനർജി മാക്സിമം ആയിട്ട് നമ്മൾ ഇത് എനർജി കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് പൊല്യൂഷൻ വരും. അപ്പോൾ നമ്മളെ എനർജി കൺസംഷൻ വളരെ സേവ് ചെയ്യുന്ന, അതേമാതിരി ലെസ് ഇത് നമ്മളെ സ്പെൻഡ് ചെയ്താൽ അത്രത്തോളം നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്തുകൂടെ. പിന്നെ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ മോഡ്, നമുക്ക് ഉപയോഗപ്രദമായ അധികം പൊല്യൂഷൻ ഇല്ലാത്ത ട്രാൻസ്പോർട്ടിനെ സെലക്ട് ചെയ്യുക. നമ്മുടെ ട്രക്കിലും മറ്റതിലൊക്കെ ലോഡൊക്കെ വെക്കുന്ന സമയത്ത് ലിമിറ്റഡ് പെർമിറ്റഡ് ഇത് എത്ര കിലോ ആവാ, അല്ലെങ്കിൽ സോറി എത്ര ടൺ ആവാ, അല്ലെങ്കിൽ എന്ന് ഇത് വലിച്ച് ഇങ്ങനെ വലിച്ച് പോകുമ്പോൾ അങ്ങനെ പുകയോടുകൂടി പോവും. അതെല്ലാം എയറിൽ നമ്മൾ ശ്വസിക്കും. അതേമാതിരി നമ്മുടെ ഓപ്പറേഷൻ വളരെയധികം ഇംപ്രൂവ് ചെയ്യണം. ഓപ്പറേഷൻസ് നമ്മൾ വളരെ ഓരോരോ പ്രൊഡക്ടിവിറ്റി ഇതൊക്കെ ഉണ്ടല്ലോ, വളരെ ഇംപ്രൂവ് ചെയ്യണം. ഇനി ദി ഒബ്ജക്ടിവിറ്റീസ് ഓഫ് ഗ്രീൻ ലോജിസ്റ്റിക്സ് ആർ ടു മെഷർ ദി കാർബൺ ഫുട് പ്രിന്റ് ഓഫ് ലോജിസ്റ്റിക് ഓപ്പറേഷൻ. കാർബൺ എത്ര എമിറ്റ് ചെയ്യുന്നത്, ടു ഡെവലപ്പ് സൂട്ടബിൾ സസ്റ്റൈനബിലിറ്റി മെഷേഴ്സ്. കാർബൺ ഡയോക്സൈഡ് എത്രത്തോളം പുക പോകുന്നുണ്ട്, അതെവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. സോ റെഡ്യൂസ് എയർ, സോയിൽ, വാട്ടർ ആൻഡ് നോയിസ് പൊല്യൂഷൻ. ശബ്ദം, ഒരു മിനിറ്റ്, എയർ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാറ്റിനെ പറ്റി, നമ്മുടെ പ്ലെയിൻ എയറോപ്ലെയിൻ പോകുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ശബ്ദം, എത്ര ഇന്ധനം കത്തുന്നത്, പുക മേപ്പട്ടല്ലേ പോകുന്നത്, എത്ര ഇത് നമ്മുടെ എയർപോർട്ടിലെ, ഇപ്പൊ ബോംബെ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, കൊച്ചിൻ ആയിക്കോട്ടെ, എത്ര പ്ലെയിനാണ് ലാൻഡ് ചെയ്യണത്, ടേക്ക് ഓഫ് ചെയ്യണത്, ഇന്റർനാഷണൽ ഡൊമസ്റ്റിക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലാൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര നമ്മുടെ ഓയിൽ കൺസംഷൻ ഉണ്ട്, അതേമാതിരി ടേക്ക് ഓഫ് ചെയ്യണ സമയത്ത് എത്രയുണ്ട്. അപ്പൊ അത് എയർ പൊല്യൂഷൻ അല്ലേ. പിന്നെ സോയിൽ പൊല്യൂഷൻ, വാട്ടർ പറയണ്ടല്ലോ. വാട്ടറിൽ ചേരാത്ത ഒന്നുമില്ല. നല്ല ഡ്രിങ്കിങ് വാട്ടർ എവിടുന്ന കിട്ടുന്നത്, പ്യൂർ ഡ്രിങ്കിങ് വാട്ടർ, നല്ല ഡ്രിങ്കിങ് വാട്ടർ എവിടുന്ന കിട്ടുന്നു എന്ന് പറയൂ. ലോകത്തില് ഏറ്റവും നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നത് ചിലി. നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ ഡ്രിങ്ക് ചെയ്യണമെന്നല്ലാതെ എത്രത്തോളം മിനറൽ വാട്ടർ പ്യൂരിറ്റി ഉണ്ടോ അതും കൂടി ഓർത്തോളൂ. അപ്പോ കാരണം എന്താ അറിയോ, നമ്മുടെ ഓയിലിൽ പലതും കണ്ടാമിനേറ്റഡ് ഇതാണ് കംപ്ലീറ്റ്. പലതും ചേരുന്നു, ഓയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ ഒക്കെ. നമ്മൾ പിന്നെ വേറെ കാര്യം, നമ്മളിപ്പോ കൊച്ചി നഗരത്തിലെ വെള്ളം പെരിയാർ റിവറാണ്. പെരിയാറ് മോസ്റ്റ് പൊല്യൂട്ടഡ് റിവറാണ്. അതേമാതിരി ഓരോരോ റിവറിൽ നിന്നും എല്ലാം പൊല്യൂട്ടഡ് ആണ്. കേരളത്തിൽ 44 നദികളും പൊല്യൂട്ടഡ് ആണ്. ഇതാണ് ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോ ആ വാട്ടറെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഒരു ജനറേറ്ററാണ് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ 10 ലക്ഷം 12 ലക്ഷം ആളുകൾ താമസിക്കുന്ന കൊച്ചി. അവിടെ ഒരു എന്താ പറയുക, ആലുവയില് ജനറേറ്റർ ഒന്നിൽ പ്രവർത്തിച്ചിട്ടാണ് എന്തൊക്കെയാണ് ഇട്ടിട്ടാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. എത്രത്തോളം പ്യൂരിറ്റി ഉണ്ട് ദൈവത്തിന് മാത്രമേ അറിയൂ. അത് കുടിക്കുന്നു, ഞാനും കുടിക്കുന്നു. ഓക്കെ. പിന്നെ ഞാൻ കുറ്റല്ല പറയുന്നത് ഇതൊന്നും. അപ്പോ കാരണം ഈ വെള്ളം അത്ര അബ്സല്യൂട്ട് നല്ല സേഫ് അല്ല സംടൈംസ് പിന്നെ ഒരു കാര്യം, സംതിങ് ഇസ് ബെറ്റർ ദൻ നത്തിങ് അല്ലേ. അപ്പൊ അത് പിന്നെ അഴുക്കുചാലുകൾ ചില സമയത്ത് ഡ്രിങ്കിങ് വാട്ടർ ഇട്ട പൈപ്പിൽ ചേരുന്നു പൊട്ടിയത്, അതുകൊണ്ട്. കാരണം 2 പൈപ്പ് ഒരേമാതിരിയാണ് പോകുന്നത്. ചില സമയത്ത് ഇവിടുന്ന് പൊട്ടി അലിക്ക് പോകും, അതിനകത്ത് പൊട്ടി എങ്ങോട്ട് വരും, അതുകൊണ്ട്. ആൻഡ് നോയ്സ് പൊല്യൂഷൻ, വാഹനങ്ങളൊക്കെ അങ്ങോട്ട് വളരെ നോയ്സില്. അതേമാതിരി ഹോസ്പിറ്റലിന്റെ അടുത്ത് നോ ഹോറൺ പ്ലീസ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം പൊല്യൂഷൻ, നോയ്സ് ഹോസ്പിറ്റലിൽ വിടുമ്പോൾ പേഷ്യൻസിന് പ്രശ്നം ഉണ്ടായിരിക്കും. നോയ്സ് കേട്ടിരുന്ന ചില സമയത്ത് അവർക്ക് ഇഷ്ടമല്ല. ഈ ഇതിന്റെ ചെവിക്ക് പ്രോബ്ലം ഉള്ളവരും പലതും. അപ്പൊ ഈ നോയ്സ് പൊല്യൂഷൻ ഉണ്ട്. അതേമാതിരി വേറൊന്ന്, നിങ്ങൾ എയർപോർട്ടിന്റെ അടുത്ത് താമസിച്ചു വിചാരിക്കുക, എത്ര പ്ലെയിൻ ലാൻഡ് ചെയ്യണു, എത്ര ലേറ്റ് ആയിരിക്കും. അപ്പൊ നോയ്സ് പൊല്യൂഷൻ അല്ലേ അവിടെ, നോയ്സ് പൊല്യൂഷൻ. അതേമാതിരി ബോംബെ ഒരു ദിവസം 1400, പണ്ട് ഞാനൊക്കെ ഉള്ള സമയത്ത് ഒരു ദിവസം അവിടുന്ന് VT സ്റ്റേഷനിൽ നിന്ന് 1400 1300 വണ്ടിയാണ് ഇലക്ട്രിക് ട്രെയിൻ VT സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. മനസ്സിലായോ? അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ വണ്ടി ഓടുമ്പോഴുള്ള ശബ്ദം, അത് നോയ്സ് പൊല്യൂഷൻ അല്ലേ. പക്ഷെ ഇപ്പൊ പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് അത്ര ഇതില്ല. പക്ഷെ എങ്കിലും ശബ്ദം ഉണ്ടല്ലോ. പക്ഷെ മറ്റേതുണ്ടല്ലോ, മോട്ടോർ വെഹിക്കിൾ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ.
പിന്നെ ഈവൻ നമ്മളെ സീ, അവിടെ ബോട്ട് നോക്കൂ, നമ്മളെ ഡീസലും പെട്രോളൊക്കെ അല്ലേ ഓടുന്നത്, അവിടെ ഇതില്ലേ. സോ ദ ഇമ്പാക്ട് ഓഫ് ലോജിസ്റ്റിക് ഏരിയ എസ്പെഷ്യലി ദോസ് റിലേറ്റഡ് ടു ട്രാൻസ്പോർട്ട്സ്. സോ യു സപ്ലൈ ജുഡീഷ്യസ്ലി. അപ്പൊ എന്തായാലും നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഓരോരുത്തർ കസ്റ്റമർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ജുഡീഷ്യസ്ലി എങ്ങനെ സപ്ലൈ ചെയ്യണം, ഏത് ട്രാൻസ്പോർട്ട് മോഡ് നമ്മൾ പിന്നെ ചൂസ് ചെയ്യണമൊക്കെ തീരുമാനിക്കുക. ബൈ റീയൂസിങ് കണ്ടെയ്നേഴ്സ് ആൻഡ് റീസൈക്ലിംഗ് പാക്കേജിങ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് രണ്ടാമത് ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുക, മനസ്സിലായോ? സോ ഡിസൈൻ ഓഫ് പ്രൊഡക്ട്സ്. നമുക്ക് നമ്മുടെ പേപ്പർ, പേപ്പർ, വൈറ്റ് പേപ്പർ A4 സൈസ് വിചാരിക്കുക, ഓരോ വൺ സൈഡ് വിചാരിക്കുക. നമുക്കത് പിന്നെ ബാക്കിൽ ഉപയോഗിക്കുക. കാരണം ഇതും നമ്മൾ പേപ്പർ വേസ്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഗവൺമെന്റിലൊക്കെ നമ്മൾ ബോത്ത് സൈഡ് നമുക്ക് ഉപയോഗിക്കാം ചിലതേ. പക്ഷെ ചില സംഗതികൾ നമുക്ക് ബാക്ക് സൈഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അതുണ്ട് ചിലത് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ പ്രൊജക്ട് വർക്ക് അതൊക്കെ ബാക്ക് സൈഡിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് ഐ ജസ്റ്റ് ഓബ്ജക്റ്റഡ് ആക്കല്, ബാക്ക് സൈഡ് ഉപയോഗിക്കരുത്. പ്രൊജക്ട് ഓരോന്നിനും ഓരോരോ പ്രിൻസിപ്പിൾ ഉണ്ട്, അത് ഫോളോ ചെയ്യണം. സോ ഗ്രീൻ ലോജിസ്റ്റിക് ഇൻവോൾവ് മോർ എഫിഷ്യന്റ് പാക്കേജിങ്. നല്ല പാക്കേജിങ് പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ കൊണ്ടുള്ള വിധത്തിലുള്ള പാക്കേജിങ്, പ്ലാസ്റ്റിക് ഇല്ലാതെ ഉപയോഗിക്കാതെ. ഓപ്റ്റിമൈസേഷൻ റൂട്ട്. പിന്നെ നിങ്ങൾ ഷോർട്ടസ്റ്റ് റൂട്ട് കൂടെ സാധനങ്ങൾ അയക്കാൻ വേണ്ടി നോക്കും. അപ്പൊ അത്രത്തോളം കൺസംഷൻ കമ്മിയാവില്ലേ മറ്റേത് പെട്രോളിന്റെ ഒക്കെ. ബൈ കമ്പനീസ് ഓപ്പറേറ്റിംഗ് വേരിയസ് മോഡ്. പറഞ്ഞാലോ, ഷിപ്പ് വേണോ ഷിപ്പ്, പ്ലെയിൻ വേണിച്ച പ്ലെയിൻ, ഏതാച്ചാ ഷോർട്ടസ്റ്റ് റൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ. നോ എൻവയറമെന്റൽ ഇമ്പാക്ട് ഓഫ് ലോജിസ്റ്റിക്. ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫ്രൈറ്റ് ഇൻ ദ ലോജിസ്റ്റിക് നെറ്റ്വർക്ക് പവേർഡ് ബൈ ഫോസിൽ ഫ്യൂൾസ് such as diesel and petrol produce gases. ഇല്ലേ, ഡീസലും പെട്രോളും പ്രൊഡ്യൂസ് ഗ്യാസസ് ദാറ്റ് ഇമ്പാക്ട് ദ അറ്റ്മോസ്ഫിയറിക്. ഡീസൽ ഒട്ടും മോശമല്ല കേട്ടോ. പിന്നെ അറ്റ്മോസ്ഫിയറിക്, അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയർ കോമ്പോസിഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ ചില സമയത്ത് ഹൈദരാബാദിലൊക്കെ നമ്മുടെ ചില സമയത്ത് ചില പർട്ടിക്കുലർ ഏരിയ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അത് കഴിഞ്ഞ് നോക്കി തൊട്ട് നോക്കി അറിയാം, മുഴുവൻ കരിയായിരിക്കും കയ്യില്. അതിന്റെ അർത്ഥം എന്താ? ഇതൊന്ന് പോകുന്ന എയർ പൊല്യൂഷൻ ആണത്. റേഞ്ചിങ് ഫ്രം ലോക്കൽ എയർ, വാട്ടർ, സോയിൽ പൊല്യൂഷൻ ടു ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ഇത് ആകമാനം ലോകത്തില് എല്ലായിടത്തും പല റിഫൈനറീസും. പിന്നെ വേറെ കാര്യം, യു ടേക്ക് ദ എക്സാമ്പിൾ USA, one of the most polluted country, where industries are more, pollution will be more. In India, Bombay, Pune, Kanpur, Madras, Chennai, Ghaziabad, ഗുർഗാൺ, ലുധിയാന, ഇവിടെയൊക്കെ കൊൽക്കട്ട, ഇവിടെ എല്ലാം ഉണ്ട് പൊല്യൂഷൻ. കാരണം എന്താ വെച്ചാൽ അവിടെ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇൻഡസ്ട്രീസിന് പൊല്യൂഷൻ ഉണ്ടാവും വൺ വേ ഓർ അതർ. സോ ദ കോമ്പോണൻസ് ഓഫ് ദ ലോജിസ്റ്റിക് പ്രോസസ് മെയിൻലി ഗ്രീൻ ഹൗസ് ഗ്യാസസ്, പൊല്യൂഷൻ. അപ്പൊ ഓരോ മെറ്റീരിയൽ ഓരോ കാര്യം പാക്കേജ് ചെയ്യുന്നത് ഡിഫറെന്റ് അല്ലേ. നമ്മൾ ഓയിൽ പാക്ക് ചെയ്യുമ്പോൾ ഡിഫറെന്റ് പാക്കേജിങ് അല്ലേ, പിന്നെ സോളിഡ് ആണെച്ചാൽ വേറെ വിധത്തിലല്ലേ, മസാല പാക്ക് ചെയ്യുന്നത് വേറെ വിധത്തിലല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് പാക്ക് ചെയ്യുക. പിന്നെ ആ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഉപയോഗശൂന്യമായ വേസ്റ്റ് എങ്ങനെ നിങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് വേറൊരു ചോദ്യം. ഓക്കെ. പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, പൊല്യൂഷൻ അത് പറഞ്ഞു ഞാൻ. ഇമ്പാക്ട് ഓഫ് പൊല്യൂഷൻ ഈസ് ജനറലി ലൊക്കേറ്റഡ് ടു സിറ്റീസ്, പോർട്സ്, ട്രേഡ് ലെയിൻസ്, ഫ്രൈറ്റ് കോറിഡോർസ്. although these can also have global effects. അല്ലേ, നമ്മുടെ ട്രേഡ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഫ്രൈറ്റ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ എഫക്റ്റ് ഉണ്ടാവും. ചില സമയത്ത് പോർട്ട്, ചില പോർട്ട് വളരെ കൺജസ്റ്റഡ് ആണ്. കറാച്ചി, ചിറ്റഗോൺ, ബോംബെ, നമ്മൾ കൽക്കട്ട, കോൽക്കട്ട കേട്ടോ, മുംബൈ എന്ന് പറയണപ്പോ. ഓക്കെ, അവിടെയൊക്കെ പോർട്ട് ഉണ്ട്, അതെല്ലാം കൺജസ്റ്റഡ് ആണ്. കൺജസ്റ്റഡ് എത്ര ഷിപ്പാണ് വരുന്നത്. എയർ പൊല്യൂഷൻ അടുത്ത്. The major source of air pollution affecting quality of air is from internal combustion engine. നമ്മൾ ഓരോ എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് അതന്നെ എഞ്ചിൻ. ഇപ്പൊ മോട്ടോർ വെഹിക്കിളൊക്കെ എഞ്ചിനല്ലേ, ട്രക്ക്, എയറോപ്ലെയിൻ, ഷിപ്പ്. ഇപ്പൊ നിങ്ങൾ കടലില് പൊല്യൂഷൻ ഉണ്ടേ ഈ ഷിപ്പിൽ നിന്ന്, അതേമാതിരി ബോട്ടിൽ നിന്ന്, അതേമാതിരി ചില സമയത്ത് ഓയിൽ ലീക്കേജ് ഉണ്ടാവും, പ്ലാസ്റ്റിക്. പിന്നെ ലോക്കോമോട്ടീവ് എഞ്ചിന്റെ ലോക്കോമോട്ടീവ്, അപ്പൊ ചിലപ്പോൾ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും, ഇപ്പൊ ഇലക്ട്രിക് എഞ്ചിൻ ആയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ചില സമയത്ത് ലോക്കോമോട്ടീവ് എഞ്ചിനിൽ പൊല്യൂഷൻ ഇല്ലേ, പുക പോണില്ലേ. ചിലപ്പോ നമ്മൾ പണ്ടൊക്കെ സ്റ്റീം എഞ്ചിനായിരുന്നു. സ്റ്റീം എഞ്ചിന് നമ്മള് എന്താ പറയണ്ടേ,
മുഴുവൻ പുക മുഴുവൻ നമ്മൾ കറുപ്പായിരിക്കും. നമ്മളെ ഷർട്ടിലും എല്ലാം വെള്ള ഷർട്ട് എടുത്തെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മുഴുവൻ അത് ബ്ലാക്ക് ആയിട്ട് പരിണമിച്ചിട്ടുണ്ടാവും. കാരണം കൽക്കരി. പക്ഷെ ഇപ്പൊ അത് മാറി, ഇംപ്രൂവ്മെന്റ് ഉണ്ട്. That move cargo. There are 6 common air pollutants, also known as criteria pollutants in combustion. Particulate matter. Particulate matter ഉണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ, പൊല്യൂഷന്റെ എയർ പൊല്യൂഷൻ, പർട്ടിക്കുലേറ്റ് മാറ്റർ അവിടെ, അതായത് PM അല്ലേ, PM. ഓക്കെ, സോ ഇവിടെ എന്താ വെച്ചാൽ ഫോർ യെസ്, particulate pollution is a mixture of extended small particles and liquid droplets, okay, made up of acid, organic chemicals, metal and dust particles. ഇനി കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് കളർലെസ്, ഓഡോർലെസ്, പറഞ്ഞ മണമില്ലാത്തത്, ഗ്യാസ് എമിറ്റഡ് ഫ്രം കമ്പസ്റ്റൻ പ്രോസസ്സസ് അതാണ്. പിന്നെ വേറെ മോസ്റ്റ് കാർബൺ മോണോക്സൈഡ് emissions to atmosphere, okay, atmosphere come from transportation. അടുത്തത് നൈട്രജൻ ഓക്സൈഡ്, NOx. okay, it is a generic term for the nitrogen oxide, namely, okay, nitric oxide, okay, nitrogen dioxide that contributes to air pollution. അടുത്തത് lead. അത് very very dangerous. Naturally occurring element that can be harmful to humans when ingested or inhaled. ശ്വസിച്ചാലും താറാറാവും പൊല്യൂഷൻ. ഓക്കെ, പിന്നെ വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, യെസ്, വാട്ടർ പൊല്യൂഷൻ. waterborne transportation, release of oils and chemicals through accidental spills and operational discharges. Okay, oil, chemical. Release of biocide with toxic, അപകടകരമായ toxic poisonous chemicals used in പെയിന്റില് ക്യാൻസർ, ഇതേമാതിരി ചില കെമിക്കൽസ് ഉണ്ട്, particular type of coating to prevent corrosion of metals. ചില പെയിന്റ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, വളരെ സൂക്ഷിക്കണം, ക്യാൻസർ മറ്റേതിനൊക്കെ വരും ചില സമയത്ത് സ്മെല്ലല്ലേ. ഡംപിങ് ഓഫ് വേസ്റ്റ്, ഗാർബേജ് ഇൻ സിവേജ്. പറയണല്ലോ, വേസ്റ്റ് നമ്മുടെ വലിച്ചെറിയുന്നത്, നമ്മുടെ ഇത് വീട്ടിലത്തെ ഡംപിങ്, ഗാർബേജ്, എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ വലിച്ചെറിയുന്നത്, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത്. പിന്നെ പാക്കേജിങ് വേസ്റ്റ്. ഓരോ മെറ്റീരിയൽ പാക്കേജ് ചെയ്യുമ്പോൾ അത് വേസ്റ്റ്. ചില സമയത്ത് വേസ്റ്റ് എങ്ങനെയാണ് പാക്കേജിങ് ഡൺ ടു പ്രൊട്ടക്ട്, സാധനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും, അതേമാതിരി സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാക്കേജിങ്. ആഫ്റ്റർ പ്രൊഡക്റ്റ് യൂസ് ഓൾ പാക്കേജിങ് ജോയിൻ ദ വേസ്റ്റ്. പക്ഷെ അതിനുശേഷം ഇത് വേസ്റ്റ് അല്ല, ഈ മെറ്റീരിയൽ. ചാക്ക് അല്ലെ, ഇപ്പൊ ഗോതമ്പ് വന്നു വിചാരിക്കുക, അതിന്റെ ചാക്ക്. അതേമാതിരി വേറെന്തെങ്കിലും, നമ്മുടെ TV വന്നു വെച്ചാൽ അതിന്റെ കാർബോർഡ്, ഫ്രിഡ്ജ് വന്നു അതിന്റെ കാർബോർഡ് അല്ലേ. അപ്പൊ അങ്ങനെ അത് ഓരോ കാര്യം അത് നമ്മൾ വലിച്ചെറിയുന്നു, അത് ലാൻഡ് ഫില്ല് ചെയ്യുന്നു, ലാൻഡ് പൊല്യൂഷൻ വരുന്നു, അതെല്ലാം റോഡ് കൂമ്പാരമായിട്ട് കൂടുന്നു. 3 മെയിൻ ടൈപ്സ് ഓഫ് പാക്കേജിങ് ആർ പിന്നെ ഈ പാക്കേജിങ്ങില് ഒന്ന് ഉണ്ടാക്കുന്ന ആള് പ്രൊവൈഡ് ചെയ്യുന്നു, അതായത് സപ്ലൈ ചെയ്യുന്ന ഉണ്ടാക്കുന്ന ആള് കസ്റ്റമർക്ക്. രണ്ടാമത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവര് വേറൊരു വിധത്തിൽ പാക്ക് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടർ കൊണ്ടുപോകാൻ വേണ്ടി. കാരണം എന്താ വെച്ചാൽ അവര് വേറെ വിധത്തിലൊരു പാക്ക് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടർ, അത് സെക്കൻഡറി പാക്കിങ് ആണ്. പിന്നെ വേറെ ചെറിയ പാർസൽ, നമ്മുടെ കൊറിയർ, അതിന്റെ പാക്കേജിങ് ഉണ്ട്. കാരണം ചില സമയത്ത് കൊറിയറിൽ അതിന് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത്, കാരണം വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഈ വിധത്തിലുള്ള പാക്കേജിങ് ആണ്. ഫോർ ഇൻസ്റ്റൻസ്, എ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് പാക്കേജിങ് ഹെൽപ്പ് ഇൻ റിഡ്യൂസ്ഡ് റോ മെറ്റീരിയൽ ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ കോസ്റ്റ്, ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കോസ്റ്റ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന, പാക്കേജിങ്ങിനും ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, അതേമാതിരി വേസ്റ്റ് എങ്ങനെ നമ്മൾ കളയുന്നതും, എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്, ഇതിന്റെ കോസ്റ്റ്, അതേമാതിരി വേസ്റ്റ് ഡിസ്പോസൽ റെഗുലേഷൻ. അതാണ് ഇപ്പോഴത്തെ
ഗവൺമെന്റിന്റെ പലതുണ്ട്, എങ്ങനെ ഓരോന്നും എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്ന നിയമങ്ങളുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ കോവിഡ് ടൈമില് ഡെഡ് ബോഡി എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യണമെന്ന് സാധാരണ മാതിരിയാണോ കുഴിച്ചിട്ടില്ല? അല്ലല്ലോ. അതിനുള്ള റെഗുലേഷൻസ് ഉണ്ട് കംപ്ലീറ്റ്. ഒരാൾ തുടരുത്, കാരണം എന്താ വെച്ചാൽ അവർക്കാവും. അപ്പൊ അതിന് ഇത് മറ്റേ പല പ്രിക്കോഷൻ എടുത്തിട്ടൊക്കെ വേണ്ടേ. അതേമാതിരി വേറെ നമ്മുടെ പല അസുഖങ്ങളും എന്താണ് പറയാ കേരളത്തിൽ വേറെ ഉണ്ടായിരുന്നു. അപ്പോഴും ഇതേമാതിരിയാണ് പിന്നെ നമ്മൾ ചെയ്തിരുന്നത് പ്രിക്കോഷൻ എടുത്തിട്ട്. സോ ലോജിസ്റ്റിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീസ് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡിസൈൻ, യൂസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ദ സെക്കൻഡറി ആൻഡ് പിന്നെ ഒരു പാക്കേജ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സാധനം വലിയ നീളത്തിലുള്ളത് നമ്മൾ പാക്ക് ചെയ്ത് എന്താ ചെയ്യുക, ബാക്കി കാര്യമൊക്കെ ഉള്ളില് സ്പേസ് കണ്ടമാനം വിടുക, അതില്ല. അതിനനുസരിച്ചുള്ള പാക്കേജ് വേണം. ആൻഡ് ഡിസ്പോസൽ ഓഫ് സെക്കൻഡറി ടെറിട്ടറി, അതായത് ഓരോ റീജിയനിലും ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട ഓരോ പാക്കേജിങ്. ഇനി കാരണേ ചില സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ക്ലൈമറ്റും മറ്റേതൊക്കെ അനുസരിച്ചിട്ട് വേണം ചില സമയത്ത്, അല്ലേ? ഇപ്പോ നമ്മൾ ഇവിടെ നിന്നും ജമ്മു കാശ്മീരിലേക്ക് അയക്കുമ്പോൾ നോക്കണ്ടേ അവിടെ എങ്ങനെയാണ് മേധത്തേക്ക്, ചിലപ്പോൾ ചൂട്, ചിലപ്പോൾ തണുപ്പ്. സോ പാക്കേജിങ് ഈസ് എൻ അഡീഷണൽ സോഴ്സ് ഓഫ് വേസ്റ്റ്. സോഴ്സ് വേസ്റ്റ് എങ്ങനെ? ആ പാക്കേജ് എടുത്ത് വലിച്ചെറിയില്ലേ പിന്നീട്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണം, അതും വേസ്റ്റ് അല്ലേ? പിന്നെ പ്രോട്ടോകോൾസ് ഫോർ ഗ്രീൻ ലോജിസ്റ്റിക്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഇത് നിയമങ്ങളാണ് 1986 എൻവയോൺമെന്റ് എങ്ങനെ പ്രൊട്ടക്ട്, കുറെ നിയമമുണ്ട് കേട്ടോ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിയമം, NGT, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം, പിന്നെ ISO 14,000 അതൊന്ന് പറയാം ഞാൻ. ISO 14,000 ഓക്കെ ഓക്കെ അത് ISN 14,000. എന്താ ISO 14,000? അതായത് ഈസ് എ ഫാമിലി ഓഫ് ഇന്റർനാഷണൽ അഗ്രീഡ്, ആ ഇന്റർനാഷണലി അഗ്രീഡ് ഒരു ഇതാണ്, കോഡാണത്, ക്വാളിറ്റി കോഡാണ്. അഗ്രീഡ് സ്റ്റാൻഡേർഡ് റിലേറ്റ് ടു എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ദാറ്റ് ഹെൽപ്പ് ഓർഗനൈസേഷൻ. അതായത് ഇന്റർനാഷണലി റിക്കഗ്നൈസ്ഡ് ഉള്ള ഒരു കോഡാണത് ISO മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ് ആണത്, റിലേറ്റഡ് ടു എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ദാറ്റ് ഹെൽപ്പ് ഓർഗനൈസേഷൻ. ഓക്കെ, അതെന്തിന്? മിനിമൈസ് ദി ഓപ്പറേഷൻസ്, അതേമാതിരി പ്രോസസ്സിന്, അതേ പിന്നെ എൻവയോൺമെന്റൽ ഓരോരോ അഡ്വേഴ്സ് ചേഞ്ചസ്, എയർ, വാട്ടർ, ലാൻഡ്, ഇതിന്റെയൊക്കെ ക്വാളിറ്റി, മറ്റേ പൊല്യൂഷനെ പറ്റിയിട്ടൊക്കെയാണ്. കംപ്ലൈ വിത്ത് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോന്ന്, റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടോന്ന്, അപ്പൊ എൻവയോൺമെന്റ് ആസ്പെക്ട് ഇത് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് ISO 14,000. നൗ ISO 14,001 ഉണ്ട്. അതെന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ദാറ്റ് സെറ്റ്സ് ഔട്ട് ദി റിക്വയർമെന്റ് ഫോർ ആൻ എഫക്റ്റീവ് EMS by environmental management system by providing framework that an organization can follow. It pertains to the process of how a product is produced. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്, അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സർട്ടിഫിക്കേഷൻ ഈസ് പെർഫോംഡ്, ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഏജന്റ് ആണ്. ഏജന്റ് പറഞ്ഞാൽ റെക്കഗ്നൈസ്, ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ഏജന്റ് ആണ് ഇതിന്റെ ഇത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോട്ടോകോൾ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അക്കൗണ്ടിങ്, ഇതൊക്കെ പ്രോട്ടോകോളും അക്കൗണ്ടിങ്ങും ഇതിന്റെയൊക്കെ എന്താ കാരണം? ഈ അക്കൗണ്ടിങ് എന്താ അറിയോ, നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തെങ്കിൽ നമുക്ക് എത്ര നഷ്ടം വരുമായിരുന്നു. പാക്കേജ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നഷ്ടം? സാധനം ഷിഫ്റ്റ് ചെയ്യണം, അവിടെ നമ്മൾ ഡിഫക്റ്റ് ആവില്ലേ? എൻവയോൺമെന്റ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പഴം അയച്ചു തരിക, അത് പ്രോപ്പർ പാക്കേജിൽ പ്രോപ്പർ ഐസിലോ അല്ലെങ്കിൽ ഫിഷ് ഐസിലോ ഒന്നും ഇട്ടിട്ട് അയച്ചാൽ എന്താ സ്ഥിതി? കേടുവരില്ലേ? അപ്പൊ അതിനുള്ള എത്രയായിരിക്കും ലോസ്? ഇതൊക്കെ അക്കൗണ്ടിങ് റിപ്പോർട്ടിങ്. പിന്നെ ഗ്രീൻ ലോജിസ്റ്റിക് സ്ട്രാറ്റജി, ദി ഗ്രീൻ ലോജിസ്റ്റിക് വേരിയബിൾസ് ഹാവിംഗ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. പിന്നെ നമ്മുടെ ഡിസ്റ്റൻസ് ഇൻവോൾവ്, ഇപ്പൊ നമ്മളിവിടെ അമേരിക്കയ്ക്ക് അയക്കുന്നതും നമ്മളിവിടുന്ന് ചെന്നൈക്ക് അയക്കുന്നതും തമ്മിൽ വ്യത്യാസമല്ല. ഓരോ ഡിസ്റ്റൻസ് ഇൻവോൾവ് അതനുസരിച്ചിട്ടല്ലേ ഈ ഇതൊക്കെ വരുന്നത്. പിന്നെ മോഡൽ ഷിഫ്റ്റ് പറഞ്ഞാൽ ഏതാണ് നിങ്ങൾ പിന്നെ ട്രാൻസ്പോർട്ട് സിസ്റ്റം നിങ്ങൾ ഇത് ചെയ്യുന്നത്, അതായത് വിച്ച് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ബീങ് യൂസ്ഡ്, അതാണ് മോഡ് ഓഫ് ഷിഫ്റ്റ്. ഓക്കെ, ദെൻ ക്ലീനർ എക്യുപ്മെന്റ്,
what kind of equipment is being used for the logistic operation, what kind of fuel, and how much എത്ര ഫ്യൂല് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. ക്ലീനർ എക്യുപ്മെന്റ് ആണ്. പിന്നെ ബെറ്റർ ലോഡ് പ്ലാനിങ്. ശ്രദ്ധിക്കണേ, ലോഡ് പ്രോപ്പറായിട്ട് ആവശ്യമില്ലാത്ത ലോഡ് ചെയ്ത ടയറും പൊട്ടി കയറ്റം കയറുമില്ല, അത് കീപ്പിട്ട് കൊണ്ട് വരും. മനസ്സിലായില്ലേ? അപ്പൊ ബെറ്റർ, മാത്രമല്ല അത് പൊല്യൂഷൻ വരും. പറഞ്ഞ മെല്ലെ 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 പോയിട്ട് അപ്പോ ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് കീപ്പെട്ട് വന്ന് മേപ്പെട്ട് പോയി അങ്ങനെയൊക്കെ. അപ്പൊ ലോഡ് കൺട്രോൾ ചെയ്യണം, പ്ലാനിങ്. പിന്നെ ഓപ്പറേഷണൽ എക്സലൻസ് പറയണ്ടല്ലോ, നല്ല വിധത്തിലുള്ള ഓപ്പറേഷൻസ്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ ഗ്രീൻ ലോജിസ്റ്റിക് സ്ട്രാറ്റജീസ്. ഗ്രീൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതെ നല്ല കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക, നല്ലത്. ഓക്കെ, അതായത് പിന്നെ സെലക്ഷൻ ഓഫ് സപ്ലയർ ബേസ്ഡ് ഓൺ എൻവയോൺമെന്റ് ക്രൈറ്റീരിയ, എൻവയോൺമെന്റൽ കൊളാബറേഷൻ വിത്ത് സപ്ലയർ. പിന്നെ അതേമാതിരി 3 R's: reduce, reuse, recycle in purchasing processes. ഓക്കെ, പിന്നെ ഗ്രീൻ മാനുഫാക്ചറിങ് ആയി, ഗ്രീൻ ഡിസ്ട്രിബ്യൂഷൻ ആയി, അതായത് ഗ്രീൻ പാക്കേജിങ്. ഗ്രീൻ പാക്കേജിങ് എന്ന് വെച്ചാൽ യൂസ് ഓഫ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി മെറ്റീരിയൽസ്. അത് പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ പൊല്യൂട്ടഡ് ആവരുതെന്ന് മനസ്സിലായോ? ഐസ്ക്രീം, നമ്മുടെ ഇത് അമൂൽ, ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് തന്നെ പ്രോപ്പർ ആയിരിക്കണം, മനസ്സിലായില്ലേ? പിന്നെ ഗ്രീൻ ഹൗസ് ചോക്ലേറ്റ് ഇതൊക്കെ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ പോയില്ലേ അതെല്ലാം. പിന്നെ ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ. അതായത് കൺസോളിഡേഷൻ ഓഫ് ഓർഡർ. എല്ലാ ഓർഡറും കൂടി കൺസോളിഡ് ഒറ്റ ട്രാൻസ്പോർട്ടിൽ അയക്കുക. അല്ലാണ്ട് ഇപ്പൊ കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് ആകുമ്പോ ഈ ട്രാൻസ്പോർട്ട് ഇങ്ങനെ ഇതന്നെയല്ലേ പണിയുണ്ടാവുക. പിന്നെ അപ്പൊ ഒന്നായിട്ട് നമ്മൾ കമ്പൈൽ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാം. പിന്നെ അടുത്തത് എക്കോ ഡിസൈൻ. എക്കോ ഡിസൈൻ എന്താ? ഇറ്റ് റിലേറ്റ്സ് ടു ഇഷ്യൂസ് റിലേറ്റഡ് ടു environmental safety and health over the product life cycle, which is potential, okay, to be reused or recycled. It includes the following green practices. അതെന്തൊക്കെയാണ്? reduce material energy, okay, കൺസംഷൻ കൂടുതലില്ലാതിരിക്കുക. കൺസംഷൻ കൂടുമ്പോൾ കൂടുതൽ ഇത് വരില്ലേ പിന്നെ. ഓക്കെ, നോ കൺസംഷൻ റിഡക്ഷൻ. ഓക്കെ, പിന്നെ റീയൂസ്, റീസൈക്കിൾ, റിക്കവറി, അതാണ് 3 R's. പിന്നെ അവോയ്ഡ് ദി യൂസ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽ. അതായത് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങള്, അപകടകരമായ സാധനങ്ങൾ ഉപയോഗിക്കരുത്. പ്രതി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോ അവോയ്ഡ് ദ യൂസ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽ. നമ്മൾ ചോക്ലേറ്റ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും നമ്മൾ കടലാസോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ അത് കൊച്ചു കുട്ടികളല്ലേ തിന്നുന്ന, മിഠായി ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അഫക്റ്റ് ചെയ്യില്ലേ? ഇവ മരണത്തിന് പോലും കാരണമാകും വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ ഇതൊക്കെ നമ്മളെ വളരെ വളരെ ശ്രദ്ധാപൂർവം. റിവേഴ്സ് ലോജിസ്റ്റിക്സ്, അതായത് ദി പ്രോസസ് ഓഫ് റിട്രീവിങ് ആൻഡ് ദി പ്രൊഡക്ട്സ് ഫോർ പോസിബിൾ റീയൂസിങ്, റീസൈക്ലിംഗ് ആൻഡ് റീമാനുഫാക്ചറിങ് ആൻഡ് റീയൂസ്. രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റുമോ? അതേമാതിരിയുള്ള കാരണം ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യണ ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെയാണ് റീസൈക്കിൾ ചെയ്യുക സാധനങ്ങളെ. നമ്മൾ ഈ ടയറൊക്കെ റിട്രീഡ് ചെയ്യുന്നില്ലേ, അതേമാതിരി ഓരോ കാര്യങ്ങള്. ഓക്കെ, പിന്നെ കാരണം അത് കോസ്റ്റ് സേവിങ് ആണല്ലോ. പിന്നെ പ്രൊഡക്റ്റ്. സോ റിവേഴ്സ് ലോജിസ്റ്റിക് എന്ന് വെച്ചാൽ രണ്ടാമത് ഉപയോഗിക്കുക. കളക്ഷൻ, കമ്പൈൻഡ് ഇൻസ്പെക്ഷൻ, സെലക്ഷൻ, ക്ലീനിങ്, സോർട്ടിങ്, റീസൈക്ലിംഗ്, റിക്കവറി, റീഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലായില്ലേ? റീഡിസ്ട്രിബ്യൂഷൻ. അപ്പോ അത് ആൻഡ് ഡിസ്പോസൽ. ഓക്കെ, ദെൻ യൂസ്ഡ് പ്രൊഡക്ട്സ് and or packaging are selected, collected and transported to facilitate the treatment of the product, such as repair, reuse, reconditioning, reassembly and recycling. മനസ്സിലായില്ലേ?
അപ്പൊ ഇതാണ് റിവേഴ്സ് ലോജിസ്റ്റിക്. അതായത് രണ്ടാമതും ഇതിനെ ഉപയോഗിക്കുന്നതാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ടുവേർഡ്സ് ഗ്രീൻ ലോജിസ്റ്റിക്, സം ഓഫ് ദ ചാലഞ്ചസ് in implementing green logistics policies are reliance on fossil fuels for good transports with less fuel activity. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, അതിലെ പിന്നെ നല്ല ഓയിൽ, ഫ്യൂൽ ഓയിൽ, അതിൽ ചിലല്ലോ മണ്ണെണ്ണ ഉപയോഗിച്ച്, ഡീസലിനും പെട്രോളിലൊക്കെ മണ്ണെണ്ണ ഉപയോഗിച്ച് നമ്മുടെ ബോട്ടിലൊക്കെ അതൊന്നും ഇല്ലാതെ പ്രോപ്പറായി പ്യൂരിഫൈ. എന്താ കാരണം അറിയാം, അതെല്ലാം പൊല്യൂഷൻ ഇതായിട്ട് വരും. പിന്നെ റൈസിങ് അർബൻ ട്രാഫിക് ഡ്യൂ ടു ഇൻക്രീസ് ഇ-കോമേഴ്സ് ഡെലിവറീസ്. നോക്കൂ, നമ്മുടെ ഇപ്പൊ ഇലക്ട്രോണിക് യുഗമാണല്ലോ, എല്ലാം ഓൺലൈൻ ബുക്കിംഗ് അല്ലേ. എത്ര മോട്ടോർ സൈക്കിളിലാണ് ഓരോരുത്തര് ഹോം ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഭക്ഷണം ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഗൂഡ്സ് ആയിക്കോട്ടെ, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ഓരോ സാധനങ്ങള്, കൊറിയർ, ഇതൊക്കെ ഇ-കോമേഴ്സ് ഡെലിവറി കൂടെ നമ്മുടെ അതിങ്ങനെ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ വാഹനങ്ങളും വർദ്ധിക്കുന്നു, അതേമാതിരി ട്രാഫിക് കൺജസ്റ്റഡ് ആവുന്നു. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് വിത്ത് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ആൻഡ് എമിഷൻ. അതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെക്ക് ചെയ്യുന്നില്ലേ മോട്ടോർ സൈക്കിളും കാറൊക്കെ, എത്രയാണ് നിങ്ങളുടെ പൊല്യൂഷൻ കൺട്രോൾ. അത് സ്ട്രിക്റ്റ് ആക്കണം. അത് സ്ട്രിക്റ്റ് ആകുന്നില്ല. അത് കാശ് കൊടുത്താലും ശരി, അത് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും ചിലപ്പോഴേ. അത് ചിലപ്പോ കൂടുതൽ എമിഷൻ ഉണ്ടോ വിചാരിക്കുക, ഒന്ന് കണ്ണു ചിമ്പിയാൽ മതി, കാശ് കൊടുത്താൽ മതി. കുറച്ചും കൂടി 10 റുപ്യ കൊടുക്കണം, 20 റുപ്യ കൊടുക്കുക, അല്ലെങ്കിൽ 25 റുപ്യ കൊടുക്കണം, അവൻ ശരിയാക്കി തരും. പക്ഷെ അത് കാണിച്ചാൽ പോരെ. എന്നിട്ട് ആർക്ക് പ്രയോജനം? അത് സൊസൈറ്റിക്ക് പ്രയോജനം ഉണ്ടാവും, അവന് പ്രയോജനം ഉണ്ടായിരിക്കും, പക്ഷെ എമിഷൻ ഉണ്ടാവില്ല എന്ന്. അപ്പൊ അത് ജനങ്ങൾക്ക്, ഓരോ ആസ്മ പേഷ്യന്റ് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം ഈ ആസ്തമയുള്ള ആളുകളെ ചിലപ്പോൾ ഡൽഹിയിലൊന്നും ജീവിക്കാൻ പറ്റില്ല ചില സമയത്ത്, ചിലവർക്കൊന്നും. കാരണം ഈ പൊല്യൂഷൻ, വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് ഏരിയ ഇൻ ദ വേൾഡ് സിറ്റി നമ്മുടെ ഡൽഹി. ബോംബെ ഒട്ട് മോശമൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ പലതും 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 പല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ചിലപ്പോ ശ്വാസം ചിലപ്പോൾ ശ്വാസതടസ്സം, ഇതേമാതിരിയുള്ളതൊക്കെ ഒരു ഇങ്ങനെ കൺജസ്റ്റഡ് ആകുമ്പോഴേ ചിലയിടത്തൊക്കെ. സോ ഇൻക്രീസ് സ്പെൻഡിങ് ഫോർ ലോജിസ്റ്റിക്, അപ്പൊ നമ്മുടെ ഇൻക്ലൂഡിങ് ഓട്ടോമേഷൻ. പിന്നെ വേറൊരു കാര്യം, ഈ മിഷനറി ഇടയ്ക്ക് റീപ്ലേസ് ചെയ്യണം. പണ്ടത്തെ മെഷീൻ വെച്ചിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ ആയിരിക്കുക, ബസ്സാ വിചാരിക്കുക, വേറെ. പണ്ടത്തെ എഞ്ചിൻ വെച്ച് എന്തിനാണ് 15 കൊല്ലം ലൈഫ്, 10-20 കൊല്ലം എന്തോ ആക്കിയിട്ട് തോന്നുന്നുണ്ട്. കാരണം എഞ്ചിന്റെ ലൈഫ് അത്രേ ഉള്ളൂ. നിങ്ങളത് 18 കൊല്ലമാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് അതിന് കൂടുതൽ റിപ്പയർ വരും, പിന്നെ കൂടുതൽ വലിക്കും, പെട്രോൾ കൺസംഷൻ കൂടുതൽ അല്ലേ, അങ്ങനല്ലേ. പണ്ടൊരു അംബാസഡർ കാർ വാങ്ങി 20-25 വർഷമൊക്കെ ഉപയോഗിച്ചത്. എന്തായിരിക്കും സ്ഥിതി? ഒരു 4 ലിറ്റർ, 4 കിലോമീറ്റർ പോലും, ചിലപ്പോൾ 8 കിലോമീറ്റർ പോലും ഒരു ലിറ്ററിൽ പോവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ എഞ്ചിൻ ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യണം, ഗ്രൈൻഡ് വാട്ടെവർ യുനോ റീവൈൻഡിങ് വാട്ടെവർ ഇത്, അങ്ങനെ നമ്മൾ ചെയ്താൽ ഫാൻ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോ റൈസിങ് കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റിങ് ന്യൂ ലോജിസ്റ്റിക് പുതിയ ടെക്നോളജി ഉപയോഗിക്കുക, അതന്നെ റൈസിങ് കോസ്റ്റ്. അപ്പൊ ചിലപ്പോ പുതിയ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ പൈസ കൂടും. പിന്നെ റിഡക്ഷൻ ഓഫ് സ്പീഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ കമ്പാരിസൺ ടു എ കൺവെൻഷണൽ സപ്ലൈ ചെയിൻ മാൻ. ചില സമയത്ത് നമ്മുടെ പെട്ടെന്ന് വേണം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ചില സമയത്ത് നമ്മളെ ഓരോ കാര്യങ്ങള്. അപ്പൊ റിഡക്ഷൻ ഓഫ് സ്പീഡില്ലാണ്ട് പോകുമ്പോൾ എന്താ, നമ്മൾ ഹൈ സ്പീഡിൽ പോകുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയാലോ. പെട്ടെന്ന് സ്പീഡിൽ പോയി എന്താ സംഭവിക്കാന്ന് അറിയില്ലേ. ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ് വേണ്ടത് ഇൻ കമ്പാരിസൺ ടു എ കൺവെൻഷണൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. നമ്മൾ സാധാരണ ഓർഡർ കിട്ടുന്നു, സാധനങ്ങൾ ഉണ്ടാക്കുന്നു, കൊടുക്കുന്നു. അല്ല എനിക്ക് 2 ദിവസം കൊണ്ട് വേണം, അപ്പോഴാണ് ഈ പ്രശ്നം. പെട്ടെന്ന് ചെയ്യുന്നു, എല്ലാം പിടി പെട്ടെന്ന് എന്താ പറയേണ്ടത്. ഇപ്പൊ നമ്മളെ ഉദാഹരണം, ഒരു ഹോട്ടലിൽ ചെന്നൊരു സാധനങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കുക, അവര് സാവധാനം ഉണ്ടാക്കും. ഞാൻ ഇപ്പതാ വേണം പറഞ്ഞിട്ട് അങ്ങോട്ട് ഹോം ഡെലിവറി അങ്ങോട്ട് വേണം പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് എത്തണം പറഞ്ഞ പിന്നെ അവരെങ്ങനെ ഉണ്ടാക്കുക? ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓംലേറ്റ് ശരിക്കും ഫ്രൈ ഇതാവോ? ഇപ്പൊ ചിലപ്പോൾ പച്ചയായിരിക്കും. അപ്പൊ കാരണം പെട്ടെന്ന് 2 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് എത്താൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഓരോരുത്തരുടെ ടൈം ഈസ് പ്രഷ്യസ്, യു നോ, ഐ ഡോണ്ട് ഹാവ് ടൈം എന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യുക? അവര് ഉള്ളത് കൊണ്ടി കൊടുക്കും, തിന്നോ വേണച്ചാൽ തിന്നോ എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോ വെജിറ്റബിൾ ഒന്നും ശരിക്കും അവര് 5 മിനിറ്റ് 10 മിനിറ്റ്, എല്ലാവർക്കും ടൈം ഈസ് മണി, യുനോ. അപ്പൊ ഇതിനൊക്കെ ഓരോന്നിനും സമയമില്ലേ ഇതിന്? നമുക്കൊരു പേഷ്യൻസ് അല്ലേ അത്യാവശ്യം.
പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഇത്ര സംഭവിക്കുന്നത്. മനസ്സിലായോ? ഈ മോട്ടോർ വെഹിക്കിളിൽ എങ്ങനെ ആക്സിഡന്റ് ആണ്? നമ്മുടെ കൊച്ചു പിള്ളേര്, വിദ്യാർത്ഥികള് 20, 22, 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിൽ പകുതിയും മരിക്കുന്നത്. 4000 കേരളത്തിലെ ആവറേജ്, കൊല്ലത്തില് 3500 നാലാളെ മരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇഞ്ചേർഡ് എത്രയാണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളത്. കാരണം എന്താ അറിയാ, ചിലപ്പോ കാല് ശേഷി ഉണ്ടാവില്ല, കൈയിന് ശേഷി ഉണ്ടാവില്ല, തല പോയുടെ അതുണ്ടാവും, അങ്ങനെ കിടക്കവിടെ. അതിനെക്കാളും മരിക്കില്ല വിധം. അപ്പോ ഞാൻ മരിക്കണം എന്നല്ല പറയുന്നത് കേട്ടോ, അതല്ല പറയാം. അപ്പൊ അതെന്തുകൊണ്ടാണ് വരുന്നത്? കെയർലെസ് ഡ്രൈവിംഗ്. ആൻഡ് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. കുട്ടികളെ 10ാം ക്ലാസ് പാസ്സായാൽ ഞാൻ നിനക്ക് ഇത് വാങ്ങിത്തരാം, സ്കൂട്ടർ വാങ്ങിത്തരാം. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ മോട്ടോർ സൈക്കിൾ. അപ്പൊ അച്ഛാ എനിക്ക് ആ മോട്ടോർ സൈക്കിൾ വേണം. ഏത്? ഹായ്, ഇനി എടുത്ത് സ്റ്റാർട്ട് ചെയ്തോണ്ട് അങ്ങോട്ട് ചാടണം. ഇങ്ങനെയൊക്കെ വരും. അപ്പോഴേ അതിനൊക്കെ ഒരു വെയിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ വെച്ചാൽ ഒരു മോട്ടോർ സൈക്കിളിൽ ഇരിക്കാനുള്ള വെയിറ്റ് നോക്കണ്ടേ, ഇതൊക്കെ നോക്കണ്ടേ? അപ്പൊ ചിലർ പറയും ശരി, ഇത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കാർ വാങ്ങി തരാ പറയാ അച്ഛൻ. അപ്പോ ഈ പ്രശ്നം എന്താ വരണമെന്ന് വെച്ചാൽ, അവർക്കൊക്കെ ഒരു ഡിമാൻഡ്. അപ്പൊ അത് പിന്നെ അത് ഉപയോഗിക്കണ്ടേ? ഉപയോഗിക്കണത് ഇത് അങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോ ഇതാ പോണു ചില സമയത്ത്. അതൊന്നും പറയുവയ്യ. കാരണം എത്രയോ കുട്ടികളുടെ ജീവിതമാണ്. ഒരു ദിവസം പത്രം നോക്കുവയ്യ, ആ പത്രത്തിന്റെ 50% ആക്സിഡന്റിൽ മരണമാണ്. മലയാളത്തിലെ പത്രങ്ങളിൽ നോക്കുമ്പോൾ ആ കൊച്ചു കുട്ടികളുടെ ഓരോരോ അത് കാണാം. നമ്മൾ വളരെ സങ്കടം. അതോ അച്ഛനും അമ്മയ്ക്ക് ഒരു കുട്ടിയായിരിക്കും. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. കുട്ടികളും ഓർക്കണം. പക്ഷെ കുട്ടികളുടെ ആവശ്യങ്ങൾ കൂടി വരികയാണ്. ലാക്ക് ഓഫ് നോളേജ് ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. കുട്ടികളുടെ ആഗ്രഹം സഫലമാക്കണമെന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. കുട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം അതുകൊണ്ട് പാരന്റ്സിന് വരുന്ന പിന്നെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, മോട്ടോർ സൈക്കിള് അച്ഛനും അമ്മയും മേടിക്കില്ല ട്രാഫിക് പോലീസിന്. കാരണം അത് കാണുമ്പോൾ അവർക്ക് സങ്കടമായിരിക്കും, കാരണം പൊളിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കണം. ചില സമയത്ത് മക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഇതൊക്കെ വാഹനങ്ങൾ അങ്ങനെ കൂടി വരുമ്പോ ഓരോരോ കോളേജിൽ എത്ര കുട്ടികളാണ്. അപ്പൊ അവർക്ക് മോട്ടോർ സൈക്കിൾ ഉണ്ടാവും, വിചാരിക്കും എന്താ സ്ഥിതി. അപ്പൊ ഇതൊക്കെ റോഡ് കൂടെ അല്ലേ ഓടുന്നത്, അല്ലേ? അപ്പൊ പൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇത് വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അതിനുള്ളൂ. ആവശ്യമുണ്ട്. അല്ലെങ്കിൽ വേറെ വിധത്തില് നമ്മൾ സൈക്കിളിൽ പോകുന്നത് സൈക്കിളിൽ പോവുക. അപ്പൊ നമുക്ക് പൊല്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ അപ്പൊ നിയമങ്ങളെ പാലിക്കുക. അപ്പൊ എന്താ പറയണമെന്ന് വെച്ചാൽ, അവയർനെസ് കൊടുക്കണം. പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതും എൻവയോൺമെന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതും ഗവൺമെന്റും സ്കൂളും കോളേജും എല്ലാവരും വേണ്ട കൺസേൺഡ് ആളുകളെ, ജനങ്ങളെയൊക്കെ ഒരു അവയർനെസ് കൊടുക്കണം, പബ്ലിക് അവയർനെസ് കൊടുക്കണം, റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്, നിയമങ്ങൾ വയലേറ്റ് ചെയ്യാനുള്ളതല്ല. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി പ്രൊട്ടക്ട് ചെയ്യണം. ഹെൽമെറ്റ് ഇടണം എന്ന് പറഞ്ഞു. ഹെൽമെറ്റ് എന്തിനാ, ആർക്ക് വേണ്ടിയിട്ടാ? നേരെ മറിച്ച് നമ്മുടെ ട്രാഫിക് പോലീസ് കാണുമ്പോൾ തലയിൽ വെക്കും. വല്ല പ്രയോജനം ഉണ്ടോ? ആക്സിഡന്റ് ആയി ആദ്യം തലയാണ് ഇടിക്കുക. തല ഇടിച്ചാൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഒന്നുമില്ല കോമ, അല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ അവിടെ കിടക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ധാരണ നമുക്ക് വേണം. അപ്പൊ ഇതെല്ലാം നമ്മളെ റെഗുലേഷൻസ് ഫോളോ ചെയ്യണം, റെഗുലേഷൻസ് പാലിക്കാനുള്ളതാണ്. അല്ലാണ്ട് വെറും കടലാസിൽ ഇരിക്കാനല്ല. ഇത് നമുക്ക് കൂടി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്, റെഗുലേഷൻസ്. ഇപ്പൊ നമ്മൾ കുറെ പണം ഉണ്ടാക്കി വിചാരിക്കുക, നമ്മള് ഇൻകം ടാക്സ് കൊടുത്തില്ലെങ്കിൽ നിയമം ഒരു ദിവസം അവർ വന്നു, എല്ലാം പിടിച്ചുകൊണ്ട് പോയി, എല്ലാം സീൽ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും കൂടി പോലും 10 പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് പാലിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, നൗ conclusion. Now, Green Logistics aims to move and deliver raw materials and products at the lowest possible cost while maintaining the highest standards and minimizing. അപ്പോൾ ഓരോ പർച്ചേസും സെയിലും അധികം എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഇല്ലാതെ, പൊല്യൂഷൻ ഇല്ലാതെ സൂക്ഷിക്കുക. So it indicates innovation in all steps of supply chain and consumption of product, and some case of final product. Green logistic policies not only enable the company to comply with the environmental aspect നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്, ടെക്നോളജി എവിടെ ഉപയോഗിക്കുക, പൊല്യൂഷൻ എവിടെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുക. പൊളിറ്റിക്കലി ദ ഗ്ലോബൽ ട്രെൻഡ് ഈസ് ടുവേർഡ്സ് മോർ
ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങള്, G20 മറ്റേതൊക്കെ. അതെല്ലാം ക്ലൈമറ്റിന്റെ കണ്ടീഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. പിന്നെ ഓപ്പറേഷൻ ഫ്രം ദി കോർ ഓഫ് every organization and increasing globalization and competition leads to a trend toward adapting green. അപ്പോ ഗവൺമെന്റിന്റെ ഇന്റർനാഷണൽ ഇതെല്ലാം പോളിസീസ് എല്ലാം പ്രോപ്പറായി ഫോളോ ചെയ്ത് പൊല്യൂഷൻ കൺട്രോളും ഗ്രീൻ എൻവയോൺമെന്റും ക്രിയേറ്റ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.